സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പാനൂരിലെ നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ രാജ്യവും ലോകവുമൊക്കെ വലിയ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പ്രത്യേകിച്ചും വലതുപക്ഷ ഭീകരവാദങ്ങൾ, തീവ്രവാദങ്ങൾ, ഭരണകൂടങ്ങൾ അത് പല പേരിലും, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ, വംശീയതയുടെ പേരിൽ, സാമുദായികതയുടെ പേരിലൊക്കെ ലോകം വലതുപക്ഷ ചേരിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അമേരിക്ക മുതൽ ഇന്ത്യ വരെ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളാണ് അമേരിക്കയും ഇന്ത്യയും. ഈ അമേരിക്കയും ഇന്ത്യയും ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിൻ്റെ തണലിലും മറവിലും നിന്നുകൊണ്ട് വംശീയ, വർഗീയ, ജാതീയ, മത, സാമുദായിക അങ്ങനെ എങ്ങനെയൊക്കെ ചേരിതിരിയാൻ പറ്റുമോ തദടിസ്ഥാനത്തിലുള്ള അപകടകരമായ വലതുപക്ഷ അകത്തളങ്ങളിലേക്ക് രാജ്യത്തുടനീളം, ലോകത്തുടനീളം ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഭരണകൂടങ്ങൾ നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും വംശീയതയുടെയുമൊക്കെ സ്വഭാവങ്ങളിൽ നേർക്ക് നേരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിശാസ്ത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. മറുഭാഗത്ത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ക്യാപിറ്റലിസം, മുതലാളിത്തം, അതിൻ്റെ ഏറ്റവും അപകടകരമായ ദംഷ്ട്രങ്ങളെ, ആയുധങ്ങളെ ലോകത്തുടനീളം പ്രയോഗിച്ചുകൊണ്ട് എല്ലാറ്റിനെയും നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്ന, എന്താണ് ക്യാപിറ്റലിസം എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തവണ്ണം ഭരണകൂടങ്ങളെയും മതങ്ങളെയും സമുദായങ്ങളെയും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും മീഡിയ സംവിധാനങ്ങളെയുമൊക്കെ ഒരേ സമയം നിയന്ത്രിച്ചുകൊണ്ട് വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയുമൊക്കെ അവകാശങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും നമ്മളൊരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിലെ പല സ്ഥാപനങ്ങളും നോക്കുകുത്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻ ചിലപ്പോൾ അങ്ങനെയായി കഴിഞ്ഞിട്ടുണ്ട്. ഉക്രൈനാണെങ്കിലും ശരി, ഗസ, ഫലസ്തീനാണെങ്കിലും ശരി. ഇനി അതിനേക്കാൾ മാരകമായ സ്വഭാവത്തിൽ ലോകത്ത് പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയ പ്രയോഗ നടപടികളുണ്ട്. ആഗോളീകരണം, പഴയകാലത്ത് വലിയ ചർച്ചകളിലേക്ക് വന്ന കമ്പോളീകരണം, സാമ്രാജ്യത്വവൽക്കരണം, സാംസ്കാരിക അധിനിവേശങ്ങൾ, ഇതിനെയൊന്നും ചെറുത്തു നിൽക്കാൻ കഴിയാതെ ലോകത്തിലെ പരമോന്നത സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. പാർലമെന്ററി വ്യവസ്ഥ തന്നെ അപ്രസക്തമാക്കുന്ന വണ്ണം പാർലമെന്റിൽ നിമിഷങ്ങൾ കൊണ്ട് നിയമങ്ങൾ ചുട്ടെടുക്കുകയും ജനാധിപത്യവിരുദ്ധവും ജനകീയ വിരുദ്ധവും മാനവവിരുദ്ധവുമൊക്കെയായ, രാഷ്ട്രവിരുദ്ധവുമൊക്കെയായ നിയമങ്ങൾ പോലും പാർലമെന്റുകളുടെ അകത്തളങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റുകൾ അപ്രസക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിയമസഭകളും ഏകദേശം ആ തലങ്ങളിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതിൻ്റെ അകത്തളങ്ങളിൽ നമുക്ക് DGP വന്നു. DGPയുടെ കാര്യത്തിൽ ജനാധിപത്യത്തിനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ നിയമസഭകൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത വണ്ണം സംഘപരിവാറവും വലതുപക്ഷ സംവിധാനങ്ങളുമൊക്കെ, ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, അത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ മുകളിലേക്ക് വന്നിട്ടുള്ള, നമ്മുടെ മുകളിൽ ഏറ്റവും അപകടകരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള ഒരു MLA, അദ്ദേഹം പറഞ്ഞ 99.99% കാര്യങ്ങളും സത്യമായിരുന്നു. വസ്തുതാപരമായി അതിനെ നിരാകരിക്കാനോ അങ്ങനെ എല്ലാ സംഭവങ്ങൾ എന്ന് വസ്തുനിഷ്ഠമായിട്ട് വിശദീകരിക്കാനോ
ഇടതുപക്ഷത്തിനോ CPM-നോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇരുട്ടുകൊണ്ടുള്ള ഓട്ടയടക്കലുകൾ കാണുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം പോലും ചർച്ചയിലേക്ക് കടന്നു വരുന്നത് അതിമാരകമായ സ്വഭാവത്തിൽ വേട്ടയാടപ്പെട്ടുകൊണ്ട് തങ്ങൾ അകപ്പെട്ടിട്ടുള്ള വലയിൽ നിന്ന്, കുഴിയിൽ നിന്ന്, ചുഴിയിൽ നിന്ന് ഈ ഒരു സംവിധാനത്തെ വെച്ചുകൊണ്ട് ഇരുളിൽ ഉരുണ്ട് സമർത്ഥമായി രക്ഷപ്പെടാം എന്ന് തീരുമാനിച്ചതുപോലും PV അൻവർ എന്ന് പറയുന്ന MLA ഉയർത്തിവിട്ട കേരളത്തിലെ അപകടകരമായ, കേരളത്തിൽ ഒരു പുതിയ കുറുമുന്നണിയുണ്ട്. അധികാരഘടനയെ അവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്തു പറഞ്ഞു എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടവരും തന്നെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ADGP-യും അടങ്ങുന്ന അപകടകരമായ ഒരു സംവിധാനമാണ് കേരളത്തിന്റെ നിയമസഭയെയും രാഷ്ട്രീയ ഘടനയെയും രാഷ്ട്രീയ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഇപ്പൊ ADGP DGP ആയി കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, വളരെ ലളിതമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കങ്ങനെയേ പേപ്പറിൽ സൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. കേന്ദ്രത്തിന്റെയും ഉദ്യോഗസ്ഥ വ്യവസ്ഥതയുടെയും ഒക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന വളരെ വിനീതമായ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റുപറച്ചിലൂടെ സംഘപരിവാരത്തിന് വേണ്ടി, ചിലപ്പോൾ സംഘപരിവാരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യാവസാനം സംഘപരിവാർ ഏറ്റവും ഭീകരമായി എല്ലാ സംവിധാനങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് പോലീസിനെയാണ്, രഹസ്യാന്വേഷണ സംവിധാനങ്ങളെയാണ്, ഇന്റലിജൻസ് സംവിധാനങ്ങളെയാണ് എന്നുള്ളത് അറിയാത്തവരല്ല നമ്മളാരും. കോൺഗ്രസ് അതിന്റെ ആദിമഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയത് സംഘപരിവാർ നുഴഞ്ഞു കയറുകയും കോൺഗ്രസിന്റെ എല്ലാ മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിലും സ്ഥാനം പിടിച്ചുകൊണ്ട് അധികാരഘടനയിലും പാർട്ടിക്കകത്തും വളരെ അപകടകരമായ സ്ഥലങ്ങളിൽ ഒരാൾ മതി. കേരളത്തിലെ DGP സംഘപരിവാറായാൽ പാനൂരിലെ പോലീസ് സ്റ്റേഷൻ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുക. CPM-ഓ കോൺഗ്രസോ ഈ നിയമസഭയോ പാർലമെന്റോ ഒന്നിനൊരു പ്രസക്തി ഉണ്ടാവില്ല. DGP-കൾ നൽകുന്ന കൽപ്പനകൾ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതിന്റെ മുകളിൽ ആഭ്യന്തരമന്ത്രിയുണ്ട് എന്നാണ്. പക്ഷെ ആഭ്യന്തരമന്ത്രിയുടെ വളർത്തുപുത്രനാണ് DGP എന്ന് വന്നാൽ DGP നടത്തുന്നതൊക്കെ തന്നെയും ഗവൺമെന്റിന്റെ നിലപാടുകളാണെന്നും അതുകൊണ്ട് CPM-ന് പോലും പല സന്ദർഭത്തിലും ഇതൊക്കെ ഏറ്റുപറയേണ്ടി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു ചരിത്രത്തിലെ ഒരു പുനർവായനയുണ്ട്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കോൺഗ്രസിനെ നിരന്തരമായി വേട്ടയാടാൻ പറ്റിയ നമ്മുടെ സംഘപരിവാർ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്താറുള്ളത് നിങ്ങൾ അടിയന്തരാവസ്ഥ നടത്തിയവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിലെ കറുത്ത ചരിത്രത്തിന്റെ ഏടുകൾ തുറന്നവർ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടവരാണ്. ഇതിന് പുനർവായന നടത്തുന്ന ചില ആളുകൾ പറയുന്നത് ഇന്ത്യയിലെ സവർണ മേധാവിത്വമുള്ള സംഘപരിവാരത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാൽ ഉപദേശിക്കപ്പെട്ട ഇന്ദിരാഗാന്ധി തെറ്റായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അടിയന്തരാവസ്ഥ എന്ന്. കാരണം ഇന്ദിരയെയും കോൺഗ്രസിനെയും നിലംപരിശാക്കണമെങ്കിൽ ചരിത്രത്തിൽ എല്ലാ നിമിഷങ്ങളിലും അതിനെ വേട്ടയാടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രയോഗങ്ങളിലേക്ക് അതിനെ നയിക്കുക എന്നുള്ളത് സംഘപരിവാരത്തിന് വേണ്ടി വീടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാലുള്ള നിർദ്ദേശങ്ങളാലാണ് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി അത് നിർവഹിച്ചത് എന്ന് പോലുമുള്ള പുനർവായനകൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, സിഖ് വിരുദ്ധ കലാപം, ഇതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ പോകിയാൽ സംഘപരിവാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മാത്രം രംഗത്തവരുണ്ടാവില്ല. അണിയറയുടെ അങ്ങേ താഴെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് മാത്രം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും അതിന്റെ വരായികകൾ മുഴുവൻ അധികാരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളും പാർട്ടിയും ഏറ്റെടുക്കുകയും മറുപടി പറയുകയും ചെയ്യേണ്ട ഗതികേടിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ DGP ഉപയോഗിച്ചുകൊണ്ട് അത്തരം മനോഹരമായ പോരാട്ടം. ഞാൻ ഇത്രയും പറഞ്ഞത് യഥാർത്ഥത്തിൽ നിയമസഭ അപ്രസക്തമാകുന്നു DGP-യുടെ കാര്യത്തിൽ. അതിനൊന്നും ചെയ്യാനില്ല. കേരളത്തിന്റെ സാമൂഹിക, മത, രാഷ്ട്രീയ, സാംസ്കാരിക പാരമ്പര്യങ്ങളെ മുഴുവൻ അകത്തുനിന്ന് തുരന്നെടുത്ത് അകത്തളങ്ങളിലൂടെ കടന്നു കയറി വന്ന് എയ്ഡ്സ് പോലെ
ക്യാൻസർ പോലെ സംഘപരിവാർ മാരകമായി കേരളത്തെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിയമസഭകൾ അപ്രസക്തമാകുന്ന കാഴ്ചകൾ. ഞാൻ പറഞ്ഞത്, ലോകത്തെ മിക്ക സ്ഥാപനങ്ങൾക്കും ഇത്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ക്യാപിറ്റലിസവും ഫാസിസവും നാസിസവും ഒക്കെ നാഷണലിസവും ഒക്കെ യോജിച്ചു ചേരുന്നിടത്ത് ഈ രീതിയിലുള്ള പൊറാട്ട നാടകങ്ങൾ വളരെ ഭംഗിയായി നടക്കുകയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സമൂഹങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് അതിന്റെ നീരാളി കൈകൾ ലോകത്തുടനീളം പടർന്ന് പന്തലിച്ച് സകല ജനവിഭാഗങ്ങളെയും മതമതേതര വ്യത്യാസമില്ലാതെ ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാതെ കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെയും സത്യസന്ധതയോടെയും വളരെ നിഷ്കളങ്കമായും കാര്യങ്ങളെ സമീപിക്കുന്നതിന് പകരം നമ്മൾ കാപട്യത്തിന്റെയും കള്ളത്തരത്തിന്റെയും അതിഭീകരമായ നുണക്കഥകളുടെയും പിൻബലങ്ങളിൽ നിന്നുകൊണ്ട് പിടിച്ചു നിൽക്കാനും അതിജീവിക്കാനും അഭിമുഖീകരിക്കാനുമാണ് വ്യക്തികളും പ്രസ്ഥാനങ്ങളും സംഘടനകളും രാഷ്ട്രങ്ങളും അടക്കം ശ്രമിക്കുന്നതെങ്കിൽ ഒരു പരിധിവരെയൊക്കെ യുവത്വം എന്തിനേയും പ്രതിരോധിക്കുമെന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷെ യുവത്വം മാത്രമേ പ്രതിരോധിക്കൂ. യുവത്വം പിന്നിടുന്നതോടുകൂടി അതിന്റെ ജരാനിരകളിലേക്കും മധ്യവയസ്കതയും വാർദ്ധക്യവും ശരീരത്തിന് അഭിമുഖീകരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള മാരകമായ രോഗങ്ങളിലേക്കും പ്രവേശിക്കുന്നത് പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റുകളും മതസമൂഹങ്ങളും രാഷ്ട്രീയ സമൂഹങ്ങളുമൊക്കെ അപകടകരമായ കള്ളത്തരങ്ങളുടെയും കാപട്യങ്ങളുടെയും നുണക്കഥകളുടെയും അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ താൽക്കാലികമായി നിങ്ങൾ മാരക രോഗത്തിന് വേദനാസംഹാരി കുടിച്ചതുപോലുള്ള ഒരു പരിഹാരം ലഭിക്കും എന്നുള്ളതിന്റെ അപ്പുറം നിങ്ങളെയോ നിങ്ങളുടെ പിൻബലങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നവരുടെയോ നിങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സംവിധാനങ്ങളുടെയോ അടിസ്ഥാനപരമായ ഒരു സംരക്ഷണവും സുരക്ഷിതത്വവും അതിജീവനവും നൽകുന്ന പ്രക്രിയയല്ല അത് എന്ന് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്താന്ന് അറിയില്ല, ഇനിയിപ്പോ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. KSEBയുടെ പിന്നിലാരാ? അതും ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് പറയാലോ, KSEBയിൽ വില കയറാൻ എന്തിനാ വില കയറിയ നമുക്കറിയില്ല. അങ്ങ് ഡൽഹിയിലൊക്കെ ആം ആദ്മിയൊക്കെ വളരെ മനോഹരമായി വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ നമ്മളീ പറയുന്ന KSEB എങ്ങനെയാണ് വികസിപ്പിച്ചെടുക്കേണ്ടത്, സംഘപരിവാരത്തിന്റെ മൂക്കിന് കീഴെ നിന്ന് സംഘപരിവാരത്തിന്റെ അധികാരത്തിന്റെ ദണ്ഡുകൾ അതിമാരകമായ എല്ലാ പ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കെ തന്നെ ആം ആദ്മി പാർട്ടി വളരെ മനോഹരമായി KSEBയും അതുപോലെ തന്നെ ജല അതോറിറ്റിയും ആരോഗ്യവും വിദ്യാഭ്യാസവും യാത്രയുമൊക്കെ എല്ലാം വളരെ വില കൊടുത്ത് വാങ്ങേണ്ടിയിരുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വളരെ എളുപ്പത്തിൽ ആശ്വാസകരമായ രീതിയിൽ ജനകീയമായി നടത്തി കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഉദാഹരണങ്ങളൊക്കെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ ഏതെങ്കിലും ഈ അർത്ഥത്തിലുള്ള ഒരു പ്രതിസന്ധിയെ ജനകീയമായി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർ അകപ്പെട്ടിട്ടുള്ള ആശയ പ്രയോഗ പ്രതിസന്ധികളുടെ ധാരാളം അളവുകോലുകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതിന്റെ പേരിലും ജമാഅത്തെ ഇസ്ലാമി. എന്തിനും ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമി എന്താ? ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞിട്ട് CPM രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള ആ വിഷയത്തില് CPM അതിജീവിക്കും, CPM അഭിമുഖീകരിക്കും. കേരളത്തെ CPMഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് നയിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീർക്കോലിയെ തല്ലി അല്ലെങ്കിൽ ചേരയെ പിടിച്ച് രാജവെമ്പാലയാണ് ഞങ്ങൾ ആ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ അകത്തളങ്ങളിലടക്കം സംഘപരിവാർ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ എല്ലാ റിമോട്ട് പ്രൊമോട്ട് പ്രൊജക്ടുകളും നടപ്പിലാക്കി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളടക്കം ഇപ്പൊ കളിയൊക്കെ നിന്നല്ലോ. പണ്ട് CPMഉം BJPയും തമ്മിൽ 2-1, 4-3, 5-6 അങ്ങനെയൊക്കെയായിരുന്നു പോയിരുന്നത്. അപ്പൊ അങ്ങനെ ഒന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. എന്താ അതിന്റെ കാരണം? എന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? മറുഭാഗത്ത് നമ്മൾ ഇറങ്ങി വന്നാൽ RSS എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്ന അതിന്റെ ക്യാപിറ്റലിസം വളർന്നപ്പോൾ കമ്മ്യൂണിസം പകച്ചു നിന്നതുപോലെ തന്നെ സംഘപരിവാരത്തിന്റെ മുമ്പിലും പകച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതിന്റെ സംവിധാനങ്ങളെയുമാണ് ഇന്ത്യയിലുടനീളം
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇപ്പോൾ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് CPM പൊളിയണമെന്നോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തകർക്കണമെന്നോ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരൊറ്റ മൂല്യമുണ്ട്. സംഘപരിവാരത്തെയും കേരളത്തിൽ ഇടതുപക്ഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് കളയാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉട്ടോപ്യൻ ലോകത്താണ്, വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനോ അതിജീവിക്കാനോ സാധ്യമല്ല എന്ന് വളരെ വളരെ ആഴത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ച ജമാഅത്തെ ഇസ്ലാമി ഭീകര പ്രസ്ഥാനം. പാനൂരിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടുത്തെ CPM-ന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുമായി സംവദിച്ചിട്ടുണ്ടോ? വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ എന്റെ മുമ്പ് പ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, നിങ്ങൾ ഒരു മനുഷ്യനോട് സംവദിക്കും പറയാലോ ആ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ, അതിന്റെ ആശയം. പിന്നെ കപടമാകാം, അതിന് പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് പുറത്തേക്കൊന്ന് പറയുന്നുവെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഒരു സംവിധാനത്തിനും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. കപടന്മാർ പിടിക്കപ്പെടും, കള്ളന്മാർ പിടിക്കപ്പെടും, തമ്മാടികൾ പിടിക്കപ്പെടും, അക്രമകാരികൾ പിടിക്കപ്പെടും, അധർമ്മകാരികൾ പിടിക്കപ്പെടും. കാരണം അവർ വിശുദ്ധന്മാരായി ചമയും, അവർ പുണ്യാളന്മാരായി ചമയും, മണവാളന്മാരായി ചമയും. പ്രവാചകന്മാരുടെ വേഷം കെട്ടി ആര് വരും? കൃഷ്ണന്റെ വേഷം കെട്ടി കംസം വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? അങ്ങനെ ഉണ്ടല്ലോ സംഗതി. കംസം വന്നിട്ട് പറയാം ഞാനാണ് കൃഷ്ണൻ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗോഡ്സെ വന്നിട്ട് പറയാം ഞാനാണ് ഗാന്ധി എന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ഗോഡ്സെ പറയുന്ന ഗാന്ധിയുടെ പിന്നാലെ എല്ലാവരും, വീര സവർക്കർ വന്നിട്ട് ഗാന്ധിയെ കുറിച്ച് പറയുക, ഗോഡ്സെ വന്നിട്ട് ഗാന്ധിയെ കുറിച്ച് പറയുക, ഞാൻ ഗാന്ധിയനാണ്. ഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാ വിനീതത്വങ്ങളും സമർപ്പിച്ച്. ചരിത്രത്തിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഈ ദൈവിക മൂല്യങ്ങളെ, ഈശ്വരപ്രക്തമായ ആശയങ്ങളെ, അള്ളാഹുവിന്റെ ആശയങ്ങളെ പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും വിപ്ലവകാരികളും വിമോചകന്മാരും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളെ, നിലപാടുകളെ, സമീപനങ്ങളെ എങ്ങനെയാണ് വ്യക്തി താല്പര്യങ്ങൾക്കും സംഘടനാ താല്പര്യങ്ങൾക്കും അധികാര താല്പര്യങ്ങൾക്കും വേണ്ടി ശക്തികൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വേദഗ്രന്ഥങ്ങളും അല്ല. ഈ വേദഗ്രന്ഥവും ഇതിഹാസവും പുരാണമൊക്കെ വായിച്ചിട്ട് ആകെ അമ്പലവും പള്ളിയും ചർച്ച ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെ അവിടെ അടിയിൽ വല്ലതും ഉണ്ടോ എന്ന് തുറന്നു നോക്കലും, ഇപ്പുറത്ത് പോയിട്ട് അതില്ലാന്ന് സ്ഥാപിക്കാൻ നമുക്ക് കോടതി കയറലും, ഇങ്ങനത്തെ ഒരു പണിയൊന്നുമല്ല പ്രവാചകന്മാരെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ആ വശം എടുത്ത് പരിശോധിച്ചോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ, ഈശോ പ്രവാചകൻ മുതൽ, മോശ പ്രവാചകൻ മുതൽ, ബുദ്ധനെയും ജൈനനെയും രാമനെയും മുഹമ്മദിനെയും ഒക്കെ പുനർവായനക്ക് നമ്മൾ വിധേയമാക്കിയാൽ അതത് കാലഘട്ടത്തിലെ അധികാരഘടന കൈകാര്യം ചെയ്തവർക്കെതിരെയായിരുന്നു ഏറ്റവും അപകടകരമായ സമരങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഇപ്പൊ സമാധാനമുണ്ട്. ഇത്തിരി പോകുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്, ഇന്ത്യയിലെ വളരെ ചെറിയ പ്രസ്ഥാനമാണത്, വളരെ ആകെ 15,000 മെമ്പർമാരാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യ ലോകത്തുള്ളത്. 15,000-ന്റെയും 20,000-ന്റെയും ഇടയിൽ ആളുകള്, 130 കോടി മനുഷ്യരുള്ള ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ എണ്ണവും ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ എണ്ണവും ഒക്കെ നിങ്ങൾ എടുത്തു പരിശോധിക്കുന്ന ഘട്ടത്തിൽ വളരെ ചെറിയ ഒരു സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ചെറുതാണ് എന്ന് നിങ്ങൾ വെക്കേണ്ടതില്ല. കാരണം അവർ ഉയർത്തുന്ന ആശയങ്ങൾ, അവരുടെ ആദർശങ്ങൾ, അവരുടെ നിലപാടുകൾ, അവരുടെ വാദഗതികൾ, അവരുടെ പ്രയോഗങ്ങൾ, അവരുടെ പ്രബോധനങ്ങൾ, അവരുടെ പ്രചോദനങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, ഇതിനെയൊക്കെ നിങ്ങൾ മുൻനിർത്തി പരിശോധിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ശ്രീകൃഷ്ണനും ശ്രീരാമനും ബുദ്ധനും ജൈനനും അബ്രഹാമും മുഹമ്മദും യേശുവും മോശായും ഒക്കെ എന്തെന്നിനു വേണ്ടിയാണോ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്, അതേ അടിസ്ഥാനങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമി എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങൾ അതിനെ എങ്ങനെ വിശകലനം ചെയ്താലും ശരി, ഏത് രീതിയിൽ നിങ്ങൾ എങ്ങനെ അവതരിപ്പിച്ചാലും ശരി, കാരണം ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. നിങ്ങൾ പറയുന്ന ഒന്നുമല്ല നിങ്ങൾ പറയുന്ന ഒന്നിന്റെയും 1000 അയലത്ത് പോലും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ അവസാനത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ജമാഅത്തെ ഇസ്ലാമിയെയും അറിയാത്ത ഏറ്റവും സാധാരണ ഒരു പ്രവർത്തകനെ പോലും നിങ്ങൾ പറയുന്ന ഒന്നിന്റെയും ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ്, മതരാഷ്ട്രവാദിയാണ്, ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. കാരണം ഞങ്ങളതല്ല. പിന്നെ കുറച്ച് ഭീകരതയൊക്കെ ഉണ്ടാവും. അതെന്താ?
ശ്രീകൃഷ്ണന് ഭീകരനായിരുന്നു കംസന്, അതിൽ സംശയമൊന്നുമില്ല. ജനിക്കണീന്റെ മുമ്പ് തന്നെ ഭീകരനാന്ന് പറഞ്ഞു. ആര്? കംസൻ. ജനിക്കാൻ പോകുന്ന കുട്ടി പോലും ഭീകരന്മാരാന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ അമ്മാവന്റെ മക്കളത്. അതിന്റെ പുരാണങ്ങളിൽ നിങ്ങൾക്ക് വായിക്കുകയും പഠിക്കുകയൊക്കെ, പുനർവായന നടക്കണം അതിലൊക്കെ. ശ്രീകൃഷ്ണൻ കംസന്റെ പെങ്ങളെ കുട്ടിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. വാസുദേവനും ദേവകിയും അവർക്കുണ്ടായ കുട്ടിയാണല്ലോ അത്. ആ കുട്ടി അപ്പോ കംസനൊരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം? അമ്പലത്തിലെ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കും കംസൻ, പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കും, പള്ളിയിൽ വന്നിട്ട് സെമിനാരി കുംഭസാരത്തിന് നേതൃത്വം കൊടുക്കും. ഇതൊന്നുമല്ല സ്വപ്നം കണ്ടത് കംസൻ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന എന്റെ പങ്ങളുടെ കുട്ടി എന്റെ അധികാരത്തിന്റെ സിംഹാസനം അട്ടിമറിക്കും. പലർക്കുമുള്ള പേടിയതാണ്. എന്താ അധികാരത്തിന്റെ സിംഹാസനം ഇതും തമ്മിൽ വലിയ ബന്ധം. അധാർമികതയുടെ, അക്രമത്തിന്റെ, അനാശാസ്യ പ്രവർത്തനങ്ങളുടെ, നമ്മൾ പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ പ്രവണതകളുടെയും പ്രതീകമായിരുന്നു മിസ്റ്റർ കംസൻ. അതുകൊണ്ട് കംസൻ സ്വപ്നം കണ്ട് എന്റെ കുട്ടി, എന്റെ പെങ്ങളുടെ കുട്ടി എന്റെ അന്തകനാകും. അപ്പൊ അയാൾ ഉടനെ തന്നെ നിയമം കൊണ്ടുവന്നു. അന്നത്തെ ചാനലും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കൂലിപ്പട്ടാളത്തെയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, എന്റെ പെങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുട്ടി ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, അതിഭീകരമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ശത്രുവാണ്. അങ്ങനെ സ്വന്തം പങ്ങളുടെ അടിയനെയും കൊണ്ട് പോയിട്ട് ജയിലിലടച്ചു. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ജയിലിൽ വെച്ചിട്ട് 7 കുട്ടികളെ പ്രസവിക്കുന്നുണ്ട് ഈ അളിയനും ഈ പെങ്ങള്. ആ 7 കുട്ടികളെയും കംസൻ കൊല്ലാ ചെയ്ത്, ഭീകരമായിട്ട് കൊല്ലാ ചെയ്ത്, പാറയിലടിച്ച് തലവെട്ടി വായുവിലേക്ക് എറിഞ്ഞ് ഒക്കെ ഭീകരമായി. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗം കൊണ്ട് ശ്രീകൃഷ്ണൻ രക്ഷപ്പെട്ടു. ശ്രീകൃഷ്ണൻ മാത്രം ജനിക്കുക കംസന്റെ അന്തകനായി. കംസൻ മതനേതാവല്ല, രാഷ്ട്രീയ നേതാവല്ല, അധർമ്മിയും അക്രമാർ, പക്ഷെ പൊളിറ്റിക്കൽ നേതാവായിരുന്നു. അദ്ദേഹം പറയുന്നതാണ് മതം, അദ്ദേഹം പറയുന്നതാണ് രാഷ്ട്രീയം, അദ്ദേഹം പറയുന്നതാണ് സംസ്കാരം, അദ്ദേഹം പറയുന്നതാണ് എക്കണോമി, അദ്ദേഹം പറയുന്നതാണ് വിദ്യാഭ്യാസം, അദ്ദേഹം പറയുന്നതാണ് ഡെവലപ്മെന്റ്. എല്ലാം കംസനിൽ കേന്ദ്രീകൃതമായിരുന്നു. പക്ഷേ കംസന് കടപടുകി എറിഞ്ഞു കൃഷ്ണൻ വളരെ ഭൂരിപക്ഷമല്ല, ഭയങ്കര വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്ന ആളല്ല, എല്ലാ വോട്ടിനെയും വിലക്കെടുക്കാൻ കഴിവും കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചോ. പക്ഷെ ജയിച്ചത് കൃഷ്ണനാണ്. കാരണം അസതോമ സദ്ഗമയ. അങ്ങനെയല്ല, സത്യം അസത്യങ്ങളുടെ മുകളിൽ സത്യം ജയിക്കുക തന്നെ ചെയ്യും. സത്യം ജയിക്കുക തന്നെ ചെയ്യും. ഇത് ചരിത്രത്തിൽ പുലരേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. നിരന്തരമായി കള്ളങ്ങളുമായി ഇത് യേശുവിന്റെ കാര്യത്തിലും മുഹമ്മദിന്റെ കാര്യത്തിലും അബ്രഹാമിന്റെ കാര്യത്തിലും മോശയുടെ കാര്യത്തിലും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മഹാപ്രവാചകൻ അബ്രഹാം, അദ്ദേഹത്തിനൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മാത്രം ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ. പക്ഷേ അവിടുത്തെ അധികാരത്തിന്, നമ്രോദ് എന്ന് പറയുന്ന ചക്രവർത്തിക്ക്, അതുപോലെ തന്നെ അവിടുത്തെ പൗരോഹിത്യ സംഘപരിവാർ സംവിധാനമായ അദ്ദേഹത്തിന്റെ തന്നെ പിതാവ് ആസറിന് ഏറ്റവും ഭയമായിരുന്നു അബ്രഹാമിനെ കൊന്നുകളയാൻ, തീയിലിടാൻ അവരെ പ്രഖ്യാപിച്ചു. അബ്രഹാം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി. യഥാർത്ഥത്തിൽ ആരെയാണ് പേടി, ആരെയാണ് ഭയമുള്ളത്? നിങ്ങൾക്ക് സൈന്യമുണ്ട്, പോലീസുണ്ട്, മീഡിയയുണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ അനുയായികളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതൊക്കെയുള്ള നിങ്ങൾക്ക് ഇതൊന്നുമില്ലാത്ത എന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇതൊന്നും എന്റെ കയ്യിലില്ലല്ലോ. ചരിത്രത്തിൽ അബ്രഹാമിനെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ട നമ്രോദുണ്ട്, മോശയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഫറോവയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വർത്തമാനകാലത്തേക്ക് വന്നാൽ സ്വേച്ഛാധിപതികളും ഏകാധിപതികളും ഒക്കെ കടപുഴകി എറിയപ്പെടുന്നതിന്റെ വളരെ അപകടകരവും സുന്ദരവുമായ വാർത്തകൾ ലോകത്തുടനീളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സർവ്വലോക ഐശ്വര്യങ്ങളോടും കൂടി അധികാരത്തിന്റെ അകത്തളങ്ങളിൽ വാണവരൊക്കെ തന്നെയും ഹസീന വാജി മുതൽ ബഷാർ അൽ അസദ് അടക്കമുള്ള ഒരിക്കലും പരാജയപ്പെടില്ല. അങ്ങനെയായിരുന്നു പറഞ്ഞത് ബഷാർ, ഹസീന വാജിദ്. ഇന്നിപ്പോ നമ്മുടെ ഷെയ്ഖ് ഹസീന ഇത് നമ്മുടെ ഇന്ത്യയിലുള്ളത് സംഘപരിവാരത്തിന്റെ പ്രിയപ്പെട്ട തോടിയാണ്, ഇസ്രയേലിന്റെ തോടിയാണ്, അമേരിക്കയുടെ തോടിയാണ്. അതിനെ കേരളത്തിലെ ഇടതുപക്ഷം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന വലതുപക്ഷത്തിലേക്ക് പോയതുപോലെ തന്നെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിനെയും കേരള ജമാഅത്തെ ഇസ്ലാമിയെയും കൈകാര്യം ചെയ്യാൻ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവന്നിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. CPM-ന്റെ ലേഖനങ്ങളിൽ, ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന്മാർ പ്രസിദ്ധീകരണങ്ങളിൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ അവിടെ ഒന്നുമില്ല, പുറത്താണ് നിൽക്കുന്നത്. അധികാരം കൈയാളുന്നത് സ്വതന്ത്രമായ അധികാര സംവിധാനങ്ങളാ. അവരുടെ കീഴിൽ നിന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ പേരിലും ജമാഅത്തെ ഇസ്ലാമിയാണുള്ളത്. ഞാൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ എന്നുള്ളതല്ല. ഹസീന വാജിദ് ഈ തെരഞ്ഞെടുപ്പിലും ജയിച്ചു പോയ ആളായിരുന്നു.
പക്ഷെ അവര് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അഭയാർത്ഥിയായി ഇന്ത്യക്ക് പോലും സ്വീകരിക്കാം. അമേരിക്കയും ചൈനയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ പോകാൻ തീരുമാനിച്ചു. ഇവിടത്തേക്കാണ് നല്ലത് അവിടെയാണെന്ന് അവൾക്കും അറിയാം. പക്ഷേ അവര് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഈ വയ്യാവേലിയും എടുക്കാചരക്കൊന്നും കിട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമല്ല. ബഷാറുൽ അസദ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിരിക്കുന്ന ഫോട്ടോയും വർത്തമാനം പറയുന്ന ഫോട്ടോയും ഒന്നും ലഭിക്കാതെ അവിടെ കിടക്കുന്നുണ്ട്. ഏകാധിപതികളും സ്വേച്ഛാധിപതികളും സമഗ്രാധിപതികളും ഒക്കെ അധികാരത്തിന്റെ കരുത്തുകൊണ്ടും അതിന്റെ സംവിധാനങ്ങളുടെ പ്രൊജക്ടുകൾ കൊണ്ടും ജനങ്ങളെയും സംവിധാനങ്ങളെയും തോൽപ്പിക്കാൻ തീരുമാനിച്ചാലും ശരി, സത്യത്തെ, മൂല്യങ്ങളെ, ധർമ്മങ്ങളെ, നീതിയെ ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ തോൽക്കും. ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമി ആശയരംഗത്ത് കമ്മ്യൂണിസവുമായിട്ട് നന്നായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല, കമ്മ്യൂണിസ്റ്റ് ദർശനവും ഇസ്ലാമും തമ്മിലുള്ള, ഇസ്ലാം ദൈവിക ദർശനമാണ്, കമ്മ്യൂണിസം മനുഷ്യ ദർശനമാണ്. ദൈവിക ദർശനം എന്ന് പറയുന്നത് സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, വായുവിനെ പോലെ, വെള്ളത്തെ പോലെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബി.ജെ.പി, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തീരുമാനിച്ചാൽ സൂര്യനെ ഉണ്ടാക്കാൻ പറ്റില്ല, ചന്ദ്രനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അറ്റ്ലാന്റിക്കും പസഫിക്കും ആമസോണും സഹാറയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ പ്രാപഞ്ചികമായ കഴിവുകൾ, ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്. അവര് മാത്രമല്ല, മനുഷ്യനടക്കം, നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ചീഫ് ജസ്റ്റിസ്, നമ്മുടെ രാഷ്ട്രപതി, നമ്മുടെ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ സ്വയം ഉണ്ടായവരാണോ? സ്വയം ജനിച്ചവരാണോ? അവർ തീരുമാനിച്ച്, അവരുടെ പാർട്ടി തീരുമാനിച്ച്, മതം തീരുമാനിച്ച്, അവരുടെ ഏതെങ്കിലും സമുദായം തീരുമാനിച്ച്, അവരുടെ സംഘടനകൾ തീരുമാനിച്ച് തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നവരാണോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അത് മാത്രമൊന്നുമല്ല ചോദിച്ച്, നിങ്ങൾ വിസർജിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാകാൻ ആവശ്യമായ, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ ആവശ്യമായ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ രൂപപ്പെട്ട, റൊണാൾഡോയും മെസ്സിയും ഒക്കെ ഉണ്ടായിട്ടുള്ള, നമ്മുടെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉണ്ടായിട്ടുള്ള ബീജമുണ്ടല്ലോ, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണോ? നിങ്ങളാൽ ആരെങ്കിലും ആലോചിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജനിക്കുന്ന തീരുമാനം പോലും നിങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല. എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ മതം തീരുമാനിച്ചതല്ല, നിങ്ങളുടെ രാഷ്ട്രീയം തീരുമാനിച്ചതല്ല, നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ചതല്ല, നിങ്ങളുടെ സമുദായം തീരുമാനിച്ചതല്ല, നിങ്ങളുടെ ജാതി തീരുമാനിച്ചതല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും അതിൽ പങ്കില്ല. രസകരമായ ഒരു സംഭവം ഉണ്ട്. അടുത്ത് അമേരിക്കയിൽ ഒരു കുട്ടി കേസ് കൊടുത്തു അമ്മയ്ക്കെതിരെ, അച്ഛനെതിരെ. എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്തിനാ എന്നെ ഉണ്ടാക്കാൻ പോയതെന്ന് ചോദിച്ചിട്ട്, എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്തിനാ എന്നെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ചന്ദ്രചൂഡിനെ പോലത്തെ ജഡ്ജിയൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. കാരണം ബാബരി മസ്ജിദിന്റെ ഈ കാര്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോന്നാ, എന്നിട്ട് അങ്ങനെ ഒരു വിധി നടത്തിയത്. അമ്മാതിരി വിധി നടത്തുന്ന പ്രാദേശിക ജഡ്ജിമാരെ മുതല് സുപ്രീം കോടതി ജഡ്ജിമാരടക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ അടുത്ത് ദൈവത്തെ ഏറ്റവും നന്നായിട്ട് വിളിച്ചാരാന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയാ. നിങ്ങൾ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ഭഗവാനെ 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 എന്ന് വിളിച്ചാൽ മരണാനന്തര ജീവിതത്തിന് സ്വർഗമെങ്കിലും കിട്ടും എന്ന് ഇദ്ദേഹം സ്വർഗത്തെക്കുറിച്ച്, ഭഗവാനെ കുറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നമ്മളോട് പ്രസംഗിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരൊക്കെ എന്തൊക്കെ പറയും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസ് ഏത് ദൈവത്തിനാണോ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും അദ്ദേഹത്തിന് വിധി കിട്ടി. എന്ന പോലെ ഇവര് കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പോട്ടെ, ആ വിഷയത്തിലേക്ക് നമ്മൾ പോണില്ല. പറ്റുമെങ്കിൽ അങ്ങോട്ടും കേസ് കൊടുക്കാട്ടോ മാതാപിതാക്കൾക്ക്. ഞങ്ങളുടെ സമ്മതമില്ലാതെ നീ എന്തിനാണ് ഞങ്ങളുടെ കുട്ടിയായി പിറന്നത്? നമ്മൾ സെലക്ട് ചെയ്തതല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ നിർമ്മിച്ചതല്ല ഇതൊന്നും, നമ്മളുടെ കൈകളിലല്ല ഇതുള്ളത്. അതുകൊണ്ട് ദൈവികമായ ദർശനം എന്ന് നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ദൈവം തമ്പുരാനാണ്. മനുഷ്യൻ എങ്ങനെയാണ് നിനക്ക് ശ്വസിക്കാനുള്ള വായു തന്നത്? പാർട്ടികളല്ല, മതങ്ങളല്ല, ദേശീയതകളല്ല, വംശീയതകളല്ല, സമുദായങ്ങളല്ല. അതിലൊന്നും ആർക്കൊരു പങ്കില്ല. ശ്വസിക്കുന്ന വായുവിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ്. അമേരിക്കൻ പ്രസിഡന്റ് മുതൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ, ആദിവാസിയും അതുപോലെ തന്നെ ആൻഡമാനിൽ താമസിക്കുന്നവനും ആഫ്രിക്കക്കാരനും ഒക്കെ തുല്യമായി വായു. അതെങ്ങാനും അംബാനിന്റെയും അദാനിന്റെയും കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയേണ്ടതുണ്ടാവില്ല. പാർട്ടി ഓഫീസറോ മതസംഘടനക്കോ സമുദായത്തിനോ വായുവിന്റെ വിതരണം കൊടുത്തിരുന്നെങ്കിൽ മലബാറിന്റെ പിന്നോക്കാവസ്ഥയും മലപ്പുറത്തിന്റെ പിന്നോക്കാവസ്ഥയും കണ്ണൂരിന്റെ പിന്നോക്കാവസ്ഥയും അങ്ങനെ കണ്ടില്ലേ നിങ്ങൾ? വായുവിന്റെ എങ്ങാനും നരേന്ദ്രമോദിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ബീഹാറിലേക്ക് പോകും.
അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോകും. കാരണം അവിടെ നായിഡു ഉണ്ട്, അപ്പുറത്ത് നിതീഷ് കുമാർ ഉണ്ട്. ഇവരെ കാലുമാറാതിരിക്കണമെങ്കിൽ മലയാളി ശ്വാസം മുട്ടിച്ചാവട്ടെ. ഇപ്പൊ തന്നെ നമ്മുടെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റണം. ആകെ പോലീസിന്റെ നല്ല മെഡൽ നമുക്ക് കിട്ടുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആഭ്യന്തരമന്ത്രി പറയാ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ്. അപ്പൊ നമുക്ക് ഉറപ്പ്, CPM-ലെ സുഹൃത്തുക്കളുണ്ടോ ഇവിടെ? നിങ്ങളുടെ അമിത് ഷാ കേരളത്തിലെ പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുവെങ്കിൽ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കളത്തിന് കളത്തൽ, ചാണിന് ചാണ്, മുഴത്തിന് മുഴം, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസ് വേറൊന്നും നിങ്ങൾക്ക് തരണില്ല. ചൂരൽമലയിൽ കിട്ടിയിട്ടില്ല, മുണ്ടക്കൈയിൽ കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ GST നിങ്ങൾക്ക് തരണില്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, റെയിൽവേ വണ്ടികളില്ല, KSEB ഇല്ല, കിട്ടേണ്ട നികുതി പണങ്ങളില്ല. നമുക്കാവശ്യമുള്ള ഒന്നും തരാത്തവൻ സംഘപരിവാർ. അവിടുന്ന് പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് മെഡലൊക്കെ കിട്ടും. ADGP. ഇപ്പം മറ്റേ ആള് രാജിവെച്ച എന്താ ഷെയ്ഖ് ദർവേശോ, അയാള് ഷെയ്ഖായിട്ട് തന്നെ ദർവേശായിട്ട് അന്ന് പോയിട്ടുണ്ട്. ഞാൻ സൂഫിയാണ്, അങ്ങനെ കൾച്ചറൽ സൂഫീസ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. DGP കളിക്കും, മറ്റത് സൂഫിയായിട്ട് ദർവേശായിട്ട് ഇരിക്കുക എന്നാണ് വെച്ചവർ. ഞാൻ വേറെ കുറച്ച് പറഞ്ഞൊന്നുമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അദ്ദേഹം രാജി തൽക്കാലം കാരണം ഇനി അദ്ദേഹത്തിന്റെ മുകളിൽ DGP വരാൻ പോവാണ്. ഈ DGP അജിത് കുമാർ RSSന്റെ മുഖ്യ ഭാരവാഹികളുമായിട്ട് സംസാരിച്ച, ഈ തൃശൂർ പൂരം ഒറ്റിക്കൊടുത്ത, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ അതിന് ഡീൽ ചെയ്തിരുന്നത് നമുക്കറിയില്ല. അതാണെങ്കിൽ പിന്നെ അതാണ് പറഞ്ഞാൽ മതി. എന്നാലും ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സംഘപരിവാറുമായി ഒത്തുകളിക്കാൻ, അതിജീവിക്കാൻ അതേ വഴിയുള്ളൂ, അഭിമുഖീകരിക്കാൻ അതേ വഴിയുള്ളൂ, നിലനിൽക്കാൻ അതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞാലും മലയാളിപ്പൊന്നും നിങ്ങളെ ചെയ്യാൻ പോണില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച്. അതല്ലെങ്കിൽ ഈ കണ്ട കള്ളപ്പണികൾ മുഴുവൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ DGP ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. ഞാൻ പറഞ്ഞൊരു ചുരുക്കം. അതുകൊണ്ട് പ്രാപഞ്ചിക ദർശനമാണ് ഇസ്ലാം. ഇസ്ലാം മാത്രമല്ല, രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും മുഹമ്മദ്, ഇതൊക്കെ ഒരേ സംഗതി, ഒരേ ക്ലബിലെ കളിക്കാരാണ് അവർ, ഒരേ ടീമിന് വേണ്ടി കളിക്കാൻ വന്നവരാണ് അവർ. പിന്നീട് നമ്മൾ വന്നിട്ട് അവരെ പല കളത്തിലും കുളത്തിലും ഒക്കെ ആക്കിയതാ. ആ ചർച്ചയിലേക്ക് ഇപ്പൊ കടന്നു പോകേണ്ടതില്ല. ഞാൻ പറഞ്ഞത് അവർ മനുഷ്യനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ദൈവത്തിന്റെ കൽപ്പന. കാരണം എന്തുകൊണ്ട്? നീ ഉണ്ടായത് നിന്റെ തീരുമാനം അനുസരിച്ചല്ല. നിന്നെ ഉണ്ടാക്കാൻ ദുനിയാവിൽ ഒരാളും തീരുമാനിച്ചിട്ടില്ല. നീയാണ് ഉണ്ടാകാൻ പോകേണ്ടതെന്നും ഇങ്ങനെയാണ് നീ ഉണ്ടാകേണ്ടതെന്നും ആരെങ്കിലും ഒരാൾ മുൻ തീരുമാനമെടുത്തത് കൊണ്ടല്ല ഒരു മനുഷ്യനും ഇവിടെ ജനിച്ചു വീണിട്ടുള്ളത്. അതുകൊണ്ടാണ് ദൈവം നമ്മൾ ചോദിച്ചത്, അഫറായിത്തും നിങ്ങൾ വിസർജിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആന്തും തഖ്ലുഖുനഹു, എടോ നീയാണോ അതുണ്ടാക്കിയത്? നീയാണോ ആ ബീജം ഉണ്ടാക്കിയത്? അതാ അം നഹ്നുൽ ഖാലിഖൂൻ, ആരാണത് ഉണ്ടാക്കിയത്? നമ്മളാണോ നീയാണോ ഉണ്ടാക്കിയത്? അതാണ് ദൈവം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കുറച്ചുകൂടി ഗൗരവതരമായ ചർച്ചയാണത്. അതിലേക്ക് കടന്നു പോകൽ അനിവാര്യമാണ്. കാരണം മനുഷ്യനുണ്ടാക്കിയത് ദൈവമാണ്. അവന്റെ തിരിച്ചുപോക്കും അവനിലേക്കാണ്. അല്ലാതെ ജനിച്ചിരിക്കുന്നു, മരിച്ചിരിക്കുന്നു, ഒടുങ്ങിയിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ ഇന്നലെ ഇല്ല, നാളെ ഉണ്ടാകാൻ പോകുന്നുമില്ല. അത് ദുനിയാവിൽ മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനമില്ലാത്തൊരു ജീവിതം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വേദദർശനങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, സുഗമമായിട്ട് രക്ഷപ്പെട്ടിട്ട് കള്ളത്തരം കാണിച്ച്, കാപട്യം കാണിച്ച്, ചതിച്ച്, വഞ്ചിച്ച്, ആക്രമിച്ച്, കള്ളക്കച്ചവടവും കൈക്കൂലിയും അഴിമതിയും ഒക്കെ നടത്തി എല്ലാ അപകടകരമായ അനാശാസ്യതകളും അധർമ്മങ്ങളും അക്രമങ്ങളും ഒക്കെ അടിച്ചേൽപ്പിച്ച് ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് മാത്രമേ രക്ഷപ്പെടൂ. അതിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് നീ വരൂടോ എന്റെ മുമ്പിലേക്ക്. നിന്നെ നിയോഗിച്ച, നിന്നെ സൃഷ്ടിച്ച, നിന്നെ സംവിധാനിച്ച, നിന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചിട്ടുള്ള എന്റെ മുമ്പിലേക്ക് നീ കടന്നു വരും. നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും. ദൈവത്തിന് നിങ്ങൾ പ്ലാറ്റോയുടെ റിപ്പബ്ലിക് മുതൽ മുഹമ്മദ് നബി തിരുമേൻ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള അതിന്റെ ഇടയിലുള്ള ബുദ്ധ ധർമ്മപദങ്ങൾ മുതൽ എല്ലാം നിങ്ങൾ വായിച്ചോ. ജീവിതം തുടങ്ങി ഒടുങ്ങുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല, മരണാനന്തര ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതത്തിൽ ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ കഴിയാത്തവണ്ണം അമിത്ഷാ നരേന്ദ്രമോദിയുടെ പിന്നിലില്ലാതെ, അമിത്ഷാക്ക് നരേന്ദ്രമോദിയുടെ പിൻബലമില്ലാതെ, സംഘപരിവാരത്തിന്റെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഗ്രൂപ്പും ഫോളോവേഴ്സും ഇല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ ഒറ്റയാനായി മറുപടി പറയേണ്ട നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ചന്ദ്രചൂഡുമൊക്കെ. അതുകൊണ്ട് നിങ്ങൾ അത് അവര് മാത്രമൊന്നുമല്ല, ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും നിസ്സാരമായ പ്രവർത്തനങ്ങൾ മുതൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം രാഷ്ട്രീയമാണ്.
അതിലാണ് സത്യസന്ധതയും വിശുദ്ധിയും ധാർമ്മികതയും മാനുഷികതയും ദൈവികതയും നീതിബോധവും മൂല്യബോധവും ഒക്കെ വേണ്ടത്. അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊന്നും പഴച്ചു പോലെ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ പൂജിക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചോ, പൊട്ട് ഇങ്ങനെ തൊട്ടോ, അതല്ല ഇങ്ങനെ തൊട്ടോ, കൈ ഇവിടെ കെട്ടിയോ അവിടെ കെട്ടിയോ, ഇതൊന്നും ഇവിടുത്തെ ആളുകൾക്ക് എന്താ പ്രശ്നമുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? അതേസമയം ഈ കൈ കൊണ്ട് നിങ്ങൾ കൈക്കൂലി വാങ്ങിയാൽ, നിങ്ങൾ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, നിങ്ങൾ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, അതിന്റെ ഭവിഷ്യത്തുകൾ ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന്, ഒരു രാജ്യത്തിന്. ജമാഅത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജമാഅത്തും മാത്രമല്ല, ഇസ്ലാമിനും ഹിന്ദുത്വത്തിനും ക്രിസ്ത്യാനിറ്റിക്കും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ദൈവിക ദർശനങ്ങൾ എന്നുള്ള അടിസ്ഥാനത്തിൽ അവരൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദൈവിക ദർശനമല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള വലിയ സംവാദങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ആ ആശയതലത്തിലും ആദർശ തലത്തിലുമാണ് അത്തരം സംവാദങ്ങൾ നടന്നിട്ടുള്ളത്. അതേസമയം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള കൊടുക്കലുകളും വാങ്ങലുകളും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു ഭയപ്പെട്ട പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. ഇനിയിപ്പോൾ പുതിയ കാലത്ത് വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അപകടകരമായ ഒരു സംവിധാനമാണ് എന്ന് പ്രചരിപ്പിക്കാനും ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി അടുത്തറിയുന്ന ആളുകളുണ്ടാവും. ദൂരത്തുള്ള ആളുകൾ എങ്ങനെ മനസ്സിലാക്കും നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ബാനൂരിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഏറ്റവും വലിയ ധൈര്യം എന്താന്ന് ചോദിച്ചാല് ആരുടെ അടുത്തേക്കും കയറി ചെല്ലും. ഒരു പേടിയില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ സന്നദ്ധരാണ്. നിങ്ങൾ വാ, നമുക്കിരിക്കാലോ. കമ്മ്യൂണിസം, ഇസ്ലാം, കേരള ഗവൺമെന്റ്, ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ, ഇസ്ലാമിന്റെ നിലപാടുകൾ, കമ്മ്യൂണിസത്തിന്റെ നിലപാടുകൾ, അത് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ സാമ്യതകൾ, എവിടെയാണ് നമ്മൾ ഒരുമിക്കുന്നത്, എവിടെയാണ് നമ്മൾ വേർപ്പെടുന്നത്, നിലവിലുള്ള വർത്തമാനകാലത്ത് എന്താണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, കാടടച്ച് വെടിവെച്ച് തടി രക്ഷപ്പെടുത്തുന്നത് അതൊരു ലക്ഷ്യമല്ല, അതൊരു ഭീരുവിന്റെ നിലപാടാണ്. നിങ്ങൾ വ്യക്തിപരമായിട്ട് വാ, സംസാരിക്കാൻ വാ. ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും പറയുമ്പോ ഇവരെല്ലാവരുടെ അടുത്തേക്കും കയറി വരും, പുഞ്ചിരിക്കും, കയ്യ് പിടിക്കും, വർത്തമാനം പറയും, പുസ്തകം തരും, അതുപോലെ തന്നെ നിങ്ങളെ ക്ഷണിക്കും, എന്നിട്ട് സംവാദത്തിൽ പങ്കെടുപ്പിക്കും, സേവന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകും, സമരത്തിൽ പങ്കാളിയാക്കും, അതുപോലെ തന്നെ നിങ്ങളെ പള്ളിയിലേക്ക് വിളിക്കും, ഓഫീസിലേക്ക് വിളിക്കും. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു പ്രസ്ഥാനം, ഒരു വ്യക്തി അതിന്റെ ആശയങ്ങളെ, അതിന്റെ പ്രയോഗങ്ങളെ, അതിന്റെ മൂല്യങ്ങളെ, അതിന്റെ സന്ദേശങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന്. ഇനി എന്റെ ഒരു അനുഭവത്തില് ഒരാളും എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. നമ്മളെല്ലാവരുടെ അടുത്തേക്കും പോകാൻ റെഡിയാണ്. ഇതാണ് ശരി, നിങ്ങൾ വാ. ഇങ്ങനെയുണ്ടല്ലോ ഒരു RSSകാർ, നമുക്ക് സന്തോഷം, പക്ഷെ വരില്ല. ഒരു RSSകാർ വന്നിട്ട് വ്യക്തിപരമായി നമ്മളോട് സംഭാഷണം നടത്തുക. ഇതാണ് RSS, ഇതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനങ്ങൾ ഇങ്ങനെ മാനവികമാണ്, ഇങ്ങനെ മതേതരപരമാണ്, ഇങ്ങനെ മാനുഷികമാണ്. അത് വംശീയമല്ല, വർഗീയമല്ല, സാമുദായികമല്ല, അധാർമികമല്ല, ആക്രമണമല്ല. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനങ്ങളിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് വരില്ല. നിങ്ങളടുത്ത കാര്യത്തിലും വരലുണ്ടോ? വളരെ അപൂർവമാണ്. ഇപ്പോ ഇടതുപക്ഷ സുഹൃത്തുക്കളാണ് പിന്നെ അത്തരം സംവാദങ്ങളൊക്കെ പണ്ട് നടത്താൻ ശ്രമിച്ചിരുന്നത്. അപ്പൊ അവരെയും കാണാനില്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നിട്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത്, കാടടച്ച് വെടിവെച്ച് പത്രസമ്മേളനം നടത്തുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിയിലെ വ്യക്തികളോട്, അതിന്റെ പ്രവർത്തകരോട്, അതിന്റെ നേതൃത്വത്തോട് വസ്തുനിഷ്ഠമായ സംവാദങ്ങൾക്ക്, ചർച്ചകൾക്ക്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് ഏത് വാക്യം പറയണില്ല. കാരണം അത് ഇസ്രായേലിന്റെയും CIAയുടെയും സംഘപരിവാരത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും നാഷണലിസത്തിന്റെയും ഇരിപ്പിടമാണ്, അവരുടെ അരങ്ങാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു മൂല്യത്തെ പ്രതിനിധീകരിക്കാനുള്ളതല്ല അത്. അസത്യങ്ങളെ, അധർമ്മങ്ങളെ, അക്രമങ്ങളെ സത്യമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അങ്ങോട്ട് ചോദ്യം വരാത്തവണ്ണം ഇങ്ങോട്ട് കടന്നാക്രമിക്കാൻ കഴിയുന്ന അപകടകരമായ രീതിയിലുള്ള, എന്നിട്ട് പിന്നെ അവനാന്റെ ആളുകളെ കൊണ്ട് തന്നെ റീച്ചും ലൈക്കും ഒക്കെ കൊടുപ്പിച്ച് ഇങ്ങോട്ട് വാ, എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പറയാം അതിനൊന്നും പ്രശ്നമില്ല, നിങ്ങളതൊക്കെ ചെയ്തോ. നമ്മൾ പറയുന്നതിന്റെ അർത്ഥം അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ, അതിജീവിക്കാൻ ആർക്കാണ് കഴിയുക? ജമാഅത്തെ ഇസ്ലാമി സത്യസന്ധമാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വന്നോ? ജമാഅത്തെ ഇസ്ലാമി ആഴ്ചയിൽ യോഗം കൂടും, നിങ്ങൾക്ക് വരാം. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ യോഗത്തിലേക്ക് CPM-നും RSS-നും ഒക്കെ കടന്നു വരാം. ഒരാഴ്ചയിൽ എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങൾ വിളിക്കുക, ഞങ്ങളൊന്ന് കാണട്ടെ നിങ്ങളുടെ ചർച്ചകൾ. നിങ്ങൾ ഒരാഴ്ചയിൽ
നിങ്ങൾ 1, 2, 3, 4 ആഴ്ച വന്നോ. ജമാഅത്തെ ഇസ്ലാമിയുടെ 3 പ്രവർത്തകരോ 5 പ്രവർത്തകരോ 10 പ്രവർത്തകരോ ഒക്കെ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അതാണ് ഒരു യൂണിറ്റ്, അതാണ് അതിന്റെ സംവിധാനം. അവർ എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂടും. അതാണ് ഈ കേഡർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഭയങ്കര കേഡറാണെന്ന്. കാരണം ഒരു ദിവസം ഒരാഴ്ചയുണ്ടെങ്കിൽ ആ ആഴ്ചയിൽ അതിന്റെ പ്രവർത്തകർ എന്താണ് നമ്മൾ ചെയ്തത്, ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, എവിടെയാണ് നമുക്ക് പോരായ്മകൾ സംഭവിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടും. നിങ്ങൾ വന്നോ 4 ആഴ്ച 5 ആഴ്ച ഒക്കെ നിങ്ങൾ പങ്കെടുത്തു നോക്ക്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളിങ്ങനെ പറയുള്ളൂ, ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദ സംഘടനയാണ്, വർഗീയ സംഘടനയാണ്, മതരാഷ്ട്രവാദ സംഘടനയാണ്. ഇപ്പൊ മതരാഷ്ട്രവാദ സംഘടനയാണെന്ന് വെക്ക്. എന്നാലിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾ അതൊന്ന് പറയുന്നാല് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല മതം, ഇസ്ലാം മാത്രമൊന്നുമല്ലല്ലോ മതം. ക്രൈസ്തവ മതമാണ്, ഹിന്ദു മതമാണ്, ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, യഹൂദ മതമുണ്ട്. ഇസ്ലാമിനെ മാത്രമാണോ നിങ്ങൾ മതം പ്രശ്നമാക്കുന്നത്? അതാണെങ്കിൽ അത് വേറെ പറയണം, അത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം. ഇസ്ലാം മത ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. ഇസ്ലാമിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചല്ല പറയുക, അല്ല BJP യെ കുറിച്ച് പറയോ, CPI അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് പറയോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയോ, അല്ലെങ്കിൽ RSSനെ കുറിച്ചോ CPM സംസാരിക്കുക എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുക. അത് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ക്രിസ്ത്യാനി സംസാരിക്കുന്ന ക്രിസ്തു മതത്തെക്കുറിച്ച്, ബുദ്ധൻ സംസാരിക്കുന്ന ബുദ്ധമതത്തെക്കുറിച്ച്, യഹൂദന്മാർ സംസാരിക്കുന്ന യഹൂദ മതത്തെക്കുറിച്ച്, ഹിന്ദുക്കൾ സംസാരിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവണം. ഇസ്ലാം മാത്രമാണ് പ്രശ്നമെങ്കിൽ അതൊരു രോഗമാണ്. പല രോഗങ്ങളുടെയും അപകടകരമായ വൈറസുകൾ നിങ്ങളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നു എന്നുള്ളതിന്റെ അപകടകരമായ ലക്ഷണങ്ങളാണ് അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതം എന്ന് പറഞ്ഞ യഥാർത്ഥത്തില് മലയാളത്തിൽ ആ വേർഡിന്റെ അർത്ഥം എന്താ? അതും കൂടി നമ്മൾ പഠിച്ചു നോക്കേണ്ടതാ. ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ട് ഈ മതരാഷ്ട്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജെട്ടിക്കുക. മതം എന്ന് പറഞ്ഞാൽ എന്താ? അഭിപ്രായം എന്നാണ് അർത്ഥം. അഭിപ്രായം എന്നാണ് അർത്ഥം. അതല്ലേ അർത്ഥം. ഇപ്പൊ CPM-ന് അഭിപ്രായമുണ്ട്, കോൺഗ്രസിന് അഭിപ്രായമുണ്ട്, BJP-ക്ക് അഭിപ്രായമുണ്ട്, ഇനി മുസ്ലിങ്ങൾക്ക് വേറെ അഭിപ്രായമുണ്ട്, NSS-ന് വേറെ അഭിപ്രായമുണ്ട്, SNDP-ക്ക് വേറെ അഭിപ്രായമുണ്ട്. പല കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. എന്നാ പിന്നെ ഒരു പാർട്ടി മതിയല്ലോ, ഒരു മതം മതിയല്ലോ. എന്തിനാ CPM മാത്രം പോരെ? CPM-ൽ തന്നെ എന്തൊക്കെ ഉണ്ട്? CPI ഉണ്ട്, അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, വേറെ കുറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ നിന്ന് അപകടകരമായി വഴിതിരിഞ്ഞു പോയ, അപകടകരമാണോ അല്ലെന്ന് വേറെ വിശകലനം ചെയ്യേണ്ടതാണ്, മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്. അതിന്റെ പേരിലാണ് കേരളത്തിലെ CPM-നെ അടക്കം ഇരുട്ടിൽ നിർത്തി സംഘപരിവാർ പേടി സ്വപ്നങ്ങൾ നെറ്റ് അല്ലെങ്കിൽ വല ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തില് നക്സലൈറ്റിന് ഒരു സ്വാധീനമല്ല. എന്നാലും 1ാം പിണറായി സർക്കാർ അധികാരമേറ്റ 2ാമത്തെ 3ാമത്തെ ആഴ്ച തന്നെ വയനാട്ടിൽ വന്നിട്ട് 2 എണ്ണത്തിനെ കാച്ചി. സംഘപരിവാരത്തിന്റെ കൃത്യമായ ഉപദേശത്തിന് പോലീസ് അവരാണല്ലോ. ഇവിടെ മാവോയിസം അത് എവിടെ? ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അരങ്ങ് തകർക്കുന്ന ആലപ്പുഴയിലും കോട്ടയത്തും അല്ല, മലബാറിൽ. അതാ നമ്മൾ പഠിക്കേണ്ടത്. മലബാറിൽ എന്താ CPM-ന്റെ സ്വാധീനം? മലപ്പുറം ജില്ലയിലും വയനാട്ടിലും അതിനൊരു അളവുണ്ട്. പക്ഷെ നിങ്ങൾ ആ തെരഞ്ഞെടുക്കുന്നത് പോലെ മലബാറിനെയാണ്. എവിടെയാണ് മാവോയിസം വേണ്ടത്, മാവോയിസത്തെ വേട്ടയാടേണ്ടത്? അപ്പൊ വേട്ടയാടി നമ്മളെ അന്നേ അതിനെ കുറിച്ച് പറഞ്ഞതാ. ഇത് CPM-നെ വരുതിയിലാക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഈ സംഘപരിവാർ പോലീസ് നടത്തുന്ന പൊറാട്ട് നാടകങ്ങളുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ആ മാവോയിസ്റ്റ്. ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഒരു നിലക്കും ആയുധം കൊണ്ട് സംസാരിക്കുന്ന, ആദർശങ്ങൾക്ക് പകരം, ആശയങ്ങൾക്ക് പകരം, അതിന്റെ സുന്ദരമായ പ്രയോഗങ്ങൾക്ക് പകരം ആയുധത്തിന്റെ മറവിലും മുന്നിലും പിന്നിലും അണിനിരന്ന് അതുകൊണ്ട് അതാരാണെങ്കിലും, ഇസ്ലാം ആണെങ്കിലും ശരി, ഹിന്ദുത്വമാണെങ്കിലും ശരി, ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി, RSS ആണെങ്കിലും ശരി, അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതാരും പേടിച്ചിട്ടൊന്നുമല്ല. അതിനെ നമ്മൾ ദൈവം അംഗീകരിക്കണില്ല. ഭരണകൂടങ്ങൾ, അതുപോലെ തന്നെ സൈന്യം, പോലീസ് അധികാരങ്ങളെ ആയുധമെടുക്കാൻ പാടുള്ളൂ. വ്യക്തികളും സമുദായങ്ങളും സംഘങ്ങളും ആയുധമെടുക്കാൻ തുനിഞ്ഞാൽ പിന്നീട് ആ രാജ്യം ഒരു വീട്ടിൽ അച്ഛനെ കൈകാര്യം ചെയ്യാൻ മക്കൾ ആയുധം എടുക്കുക, അച്ഛനെ കൈകാര്യം ചെയ്യാൻ മക്കൾ ആയുധം എടുക്കുക, പിന്നെ ആ വീടുണ്ടാവോ? ഉണ്ടാവില്ല. ആ വീട് തകരുന്നത് പോലെ നാട് തകരും, സമൂഹം തകരും, അതിന്റെ സംവിധാനങ്ങൾ തകരും. അതിന്റെയൊക്കെ ലക്ഷണങ്ങൾ ലോകാടിസ്ഥാനത്തിൽ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിലൊന്നും ജമാഅത്തെ ഇസ്ലാമില്ല. ജമാഅത്തെ ഇസ്ലാമി മതം, ഇപ്പൊ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായം ഒരാൾ പറയണത് ഏറ്റവും നല്ല അഭിപ്രായം. അഭിപ്രായം എന്ന് പറയുന്നത് എന്തും വിളിച്ചു പറയേണ്ടതിന് അഭിപ്രായം എന്ന് പറയില്ല. അഭിപ്രായം എന്തും പറയാം, പക്ഷെ ശരിയായി കൊള്ളണമെന്നില്ല. ഒന്നും കൂട്ടിയാൽ 2ആണ്, അതാണ് ശരി. പക്ഷെ ഒരാൾ പറയണം ഒന്നും കൂട്ടിയാൽ 3ആണ്, അത് അഭിപ്രായമാണ്, പക്ഷെ ശരിയല്ല. അത് ശരിയല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാം, പക്ഷെ പറയുന്ന അഭിപ്രായം മുഴുവൻ ശരിയാണ് എന്ന് വകവെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവിടെയാണ് വിയോജിപ്പുകൾ ഉണ്ടാവുക. വിയോജിപ്പുകളെ വളരെ മനോഹരമായിട്ട് ഒന്നും കൂട്ടിയാൽ 3 1000 എന്തോ വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. വസ്തുത ആയതുകൊണ്ടല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ അഭിപ്രായത്തിലെ ശരി എന്താ? 1+1=2 എന്നുള്ളതാണ്. അതിന്
ഇതിനാണ് മതം എന്ന് പറയാ. അഭിപ്രായം എന്നാണ് മതം എന്ന് പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന്റെ അഭിപ്രായമുണ്ട്, ക്രിസ്ത്യാനിറ്റിക്ക് വേറെ അഭിപ്രായമുണ്ട്, അത് ബുദ്ധമതത്തിന് അഭിപ്രായമുണ്ട്. എന്ത് വെച്ചോ നിങ്ങൾ, CPM-ന്റെ അഭിപ്രായമുണ്ട്, ക്യാപിറ്റലിസത്തിന് വേറെ അഭിപ്രായമുണ്ട്, കമ്മ്യൂണിസത്തിന് വേറെ അഭിപ്രായമുണ്ട്, നാഷണലിസത്തിന് വേറെ പറയാനുണ്ട്, ഫാസിസത്തിന് വേറെ പറയാനുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അല്ലാതെ മതം എന്ന് പറയുമ്പോൾ വേറെ. പിന്നെ നമ്മൾ എവിടെയാണ് പിന്നെ പരിശോധിക്കേണ്ടത്? പറയുന്ന അഭിപ്രായങ്ങൾ മനുഷ്യത്വ വിരുദ്ധമാണോ, പ്രകൃതി വിരുദ്ധമാണോ, ധാർമ്മിക വിരുദ്ധമാണോ, മൂല്യവിരുദ്ധമാണോ, മനുഷ്യന്റെയും സംവിധാനങ്ങളുടെയും നിലനിൽപ്പിനെതിരായ, മനുഷ്യനട്ടോ ജാതിയുടെയും വർഗത്തിന്റെയും സമുദായത്തിന്റെയും അല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, മൊത്തത്തിലുള്ള മനുഷ്യ സമുദായത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങളാണോ ഇവർ പറയുന്നത് എങ്കിൽ അത് വളരെ അപകടകരമായിരിക്കും. ഞങ്ങൾ വെല്ലുവിളിക്കുക, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ അപ്പൊ പറയും നിങ്ങൾ മതരാഷ്ട്രവാദം ഉണ്ടാക്കാനാണ്, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഉണ്ടാക്കിയാൽ അത് തീവ്രവാദമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഭൂരിപക്ഷം നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ കളിക്കുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, പോലീസ് ഉണ്ട്, ചോറ്റുപട്ടാളമുണ്ട്, തീറ്റപ്പട്ടാളമുണ്ട്, ഒക്കെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയാണ് അധികാരത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകുന്ന ഒരു സാത്വിക സംഘടന, വിശുദ്ധ സംഘടന, വിപ്ലവ സംഘടന, വിമോചന സംഘടന. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രി പറയാണ്, എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭീകര പ്രസ്ഥാനമാണ്, അത് മതരാഷ്ട്ര പ്രസ്ഥാനമാണ്, അത് വർഗീയവാദികളും സാമുദായികവാദികളുമാണ് എന്ന് ഞങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം. നിങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ സത്യസന്ധന്മാരായേക്കാം. പക്ഷേ നിങ്ങളെ നിങ്ങൾ കൊള്ളരുതാത്തവരാണ് എന്ന് എന്റെ അധികാര സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രഖ്യാപിച്ചാൽ അതാണോ ചെയ്യേണ്ട പണി? മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രയോഗങ്ങളെ, അതിന്റെ പ്രബോധനങ്ങളെ, അതിന്റെ പ്രകടനങ്ങളെ, അതിന്റെ പ്രസരണങ്ങളെ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാലോ. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറയും, ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ ട്രാക്ക് റെക്കോർഡുള്ള ഏതെങ്കിലും ഒരു സംഘമുണ്ടെങ്കിൽ അതായിരിക്കും ജമാഅത്തെ ഇസ്ലാമി. പാനൂരടക്കം നിങ്ങൾ വെല്ലുവിളിക്കും. വ്യക്തികൾക്ക് അല്ലറ ചില്ലറ ജീർണതകൾ ഉണ്ടോ അല്ലേ എന്നുള്ളത്, ചിലപ്പോൾ അല്ലറ ചില്ലറ പഴമൊക്കെ വ്യക്തികൾക്ക് സംഭവിക്കാം. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് എന്തെങ്കിലും ഒരു അപകടകരമായ തിന്മകളിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആക്രമിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ, ഈ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാം, ഇപ്പൊ നിങ്ങളെ പാനൂരുണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കാർ, ആ പാനൂരിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, അവരുടെ ബന്ധങ്ങളെ, അവരുടെ സംഭാഷണങ്ങളെ, അവരുടെ പ്രകടനങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാലോ. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇത് സിയോണിസത്തിന്റെ ലൈനാണ്, ഇമ്പീരിയലിസത്തിന്റെ ലൈനാണ്, ഫാഷിസത്തിന്റെ ലൈനാണ്, അതുപോലെ തന്നെ നാഷണലിസത്തിന്റെ ലൈനാണ്, ഇന്ത്യയിലെ ലോകത്തിലെ വലതുപക്ഷ ഇസ്ലാമിക് ഫോബിക്. അതിന് കൃത്യമായ അജണ്ടകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെറുതെ പേടിക്കുന്നല്ല. ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന സാമ്പത്തിക, സാമൂഹിക, സദാചാര, രാഷ്ട്രീയ, മതമൂല്യങ്ങളുണ്ട്. അത് അവരുടെ അപകടകരമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന തന്ത്രം ഉപയോഗിച്ചിട്ട് ആദ്യമേ ഇതിനെതിരെ എണീച്ചു നിൽക്കാൻ സാധ്യതയുള്ളവരെ തലതല്ലി തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പേടിയും കൂടി നമുക്കുണ്ട്. നമ്മള് ഒരു തുളസീധരം പോറ്റി ആരോ ഒരാൾ എഴുതിയിരുന്നു, അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രമായിക്കൊള്ളണമെന്നില്ല. കാരണം സ്വന്തം ഗവൺമെന്റ് എന്ന് പറയുന്ന ഒന്നും ഇപ്പല്ല, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിയോഡിസവും ഇമ്പീരിയലിസവും ക്യാപിറ്റലിസവും ഒക്കെ ഉണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര നെറ്റ്വർക്ക് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു സാധനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ CPM നിങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വലിയേട്ടന്മാർ ആരെങ്കിലും സിയോണിസമോ സംഘപരിവാരമോ അല്ലെങ്കിൽ അമേരിക്കൻ ക്യാപിറ്റലിസമോ ലോകത്തിലെ വലതുപക്ഷ മുതലാളിത്തമോ ഏൽപ്പിച്ച കൂലിപ്പണിയാവാം ചിലപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ എങ്കിലും ഞങ്ങൾക്കൊരു പേടിയില്ല പ്രിയപ്പെട്ടവരെ. കാരണം അപ്പോൾ ഞങ്ങൾ കൂടുതൽ സന്തോഷമായി. സ്വന്തം ചൈതന്യവും ജീവനും അടിസ്ഥാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ ചോറ്റുപട്ടാളവും കൂലിപ്പട്ടാളവും ഒക്കെയായി അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് പുറത്തേക്ക് വിശുദ്ധന്മാർ ചമഞ്ഞുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് നിങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ തോറ്റുപോകും. നരേന്ദ്രമോദി രണ്ടാമത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധി കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അപകടകരം. പക്ഷെ എല്ലാ കാലവും ഈ കള്ളത്തരവും കാപുട്ടിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ, അതിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാലോ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ വരൂ. ആരെയും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കും ധൈര്യത്തിൽ. എല്ലാവരും വീട്ടിലേക്കും വരും. ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ സംസാരിച്ചാൽ അതും പ്രശ്നമാണ്. ഇപ്പോ ഒന്നും പറയാൻ പാടില്ല. മതത്തെക്കുറിച്ച് പറയരുത്, ദൈവത്തെക്കുറിച്ച് പറയരുത്, വേദത്തെക്കുറിച്ച് പറയരുത്, ഈശ്വരനെ കുറിച്ച് പറയരുത്, ഒന്നിനെ കുറിച്ചും പറയാൻ പാടില്ല. എന്തിനാ ഇതൊക്കെ പറയാതെ ഇരുന്നത്?
പറഞ്ഞാൽ തീർന്നു പോകുന്ന, പറഞ്ഞാൽ പൊട്ടിപ്പോകുന്ന, ഉരുകിപ്പോകുന്ന, ഒലിച്ചു പോകുന്ന ഒന്നാണോ നമ്മുടെ ദൈവവും വേദവും പ്രവാചകന്മാരും ഈശ്വരനും ഒക്കെ? അള്ളാഹു ഒക്കെ മാറിപ്പോകും, തല തിരിഞ്ഞു പോകും. നമ്മളെ ചില മതസംഘടനകൾക്കൊക്കെ പേടി, നിങ്ങൾ എന്തിനാ ജമാഅത്തെ ഇസ്ലാമിക്ക് അധികരിച്ച പബ്ലിസിറ്റി കൊടുക്കണത്? നിങ്ങൾ PR വർക്ക് നടത്തി, CPM എന്തിനാ ജമാഅത്തെ ഇസ്ലാമിയുടെ PR വർക്ക് ഏറ്റെടുത്തിരിക്കണമെന്ന് ചില ഇത് ചെറിയ ഈർക്കിളി പാർട്ടിയാണ്. അപ്പൊ ഓലാണെങ്കിൽ ഇവര് കണ്ട് സലാം പറഞ്ഞാൽ ആള് പോയി പോകുന്നില്ല, പേടിയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഒന്ന് സലാം പറഞ്ഞ്, ടാറ്റ പറഞ്ഞ്, ഗുഡ് ബൈ പറഞ്ഞ്, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് കൈ പിടിച്ചാൽ ആള് ഇങ്ങനെയൊക്കെ പേടിക്കാൻ നിന്നാൽ സ്വന്തം പ്രത്യയശാസ്ത്രത്തെ കുറിച്ച്, സ്വന്തം സംഘടനയെ കുറിച്ച്, സ്വന്തം ആശയത്തെ കുറിച്ച് ധൈര്യപൂർവം ആര് വന്ന് കുത്തിയാലും ഇളകാത്ത, എവിടെ നിന്ന് കൊടുങ്കാറ്റടിച്ചാലും ഇളകിപ്പോവാത്ത, ഒരു വെള്ളപ്പൊക്കത്തിലും ഒലിഞ്ഞു പോകാത്ത ജമാഅത്തെ ഇസ്ലാമിക്ക് ധൈര്യ. നിങ്ങൾ എന്തും ആരുടെ അടുത്തേക്കും വരാൻ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ മുതൽ ഏറ്റവും സാധാരണക്കാരായ വ്യക്തികളിലേക്കടക്കം നേർക്ക് നേരെ കയറി വന്ന കാര്യങ്ങൾ, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിങ്ങൾക്കത് കാണും ചെയ്യാം. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകര് ജാതി മതം പറയാം, അത് ഹിന്ദു വീടാണ്, ഇത് ക്രിസ്ത്യൻ വീടാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് വീടാന്ന് നോക്കൂല, എല്ലായിടത്തും കയറും. ഒരു സംഗതിയായിട്ട് പറയാനോ ചെയ്യാനോ ഒക്കെ പോവുകയാണെങ്കിൽ ഒരു പരിസരത്തും ഒരു നാട്ടിലുള്ള വോട്ട് പിടിക്കാൻ മാത്രമല്ല, വോട്ട് പിടിക്കാനായിട്ട് ആളുകൾ പോയിക്കോട്ടെ. അതേസമയം ജമാഅത്തെ ഇസ്ലാമി അത് നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പേടിയുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ കണ്ടാ പേടിക്കുന്ന, നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്കാർക്കും ഇത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും? ഇത്രയും കെട്ട് നാറി ചീഞ്ഞു പൊളിഞ്ഞ് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഒന്നിനും കൊള്ളാതാക്കി മാറ്റുന്ന ഒരു സാധനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലുള്ളതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വളരെ സുതാര്യമായി. പിന്നെ ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങൾ ഇതെല്ലാം കൂടി പറഞ്ഞു, എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിക്കാൻ പോണത്? ഇതിന്റെ മുമ്പും ഇതുണ്ടായ കാലഘട്ടം മുതൽ ഈ വർത്താനൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ മുൻ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞത്. പ്രവാചകന്മാര് വന്ന ഘട്ടം മുതല് അവരെ പ്രവാചകന്മാരായപ്പോഴാണ് പ്രശ്നങ്ങളായത്. പ്രവാചകനാകുന്നവരെ പ്രശ്നമില്ല, മോശാക്ക് പ്രശ്നമില്ല, മുഹമ്മദിന് പ്രശ്നമില്ല, യേശുവിന് പ്രശ്നമില്ല, അബ്രഹാമിന് പ്രശ്നമില്ല. പഠിച്ചവർ പ്രവാചകന്മാരായി പ്രവചിക്കാൻ തുടങ്ങി. രാഷ്ട്രത്തെക്കുറിച്ച്, രാഷ്ട്രത്തിലെ അവസ്ഥകളെ കുറിച്ച്, അതിന്റെ വ്യവസ്ഥയെക്കുറിച്ച്, അതിന്റെ അണ്ടർഗ്രൗണ്ടിനെ കുറിച്ച്, അതിന്റെ അന്തർനാടകങ്ങളെ കുറിച്ച്, അതിന്റെ പരസ്യങ്ങളെ കുറിച്ച്, രഹസ്യങ്ങളെ കുറിച്ച്. അല്ലാതെ കൈനോട്ടം നടത്തി ജ്യോതിഷ പ്രവചനമൊന്നുമല്ല അവരെ നടത്തിയിട്ടുള്ളത്. കാര്യകാരണ ബന്ധത്തിന് ഇവിടുത്തെ അധികാര ഘടന സംഘപരിവാരത്തിന്റെ കയ്യിലാണ്. കേരളം കടക്കിണിയിലാണ്. കേരളം ക്യാപിറ്റലിസത്തിന്റെ പാതയിലേക്ക് ഇന്ത്യ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തിലും ജനറൽ ന്യൂട്രാലിറ്റി അടക്കമുള്ള അസാൻമാർഗികതകൾ, അധാർമികതകൾ, അപകടകരമായ പ്രവണതകൾ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം തകരും, തരിപ്പണമാകും. അല്ല പ്രവചനം എന്ന് പറഞ്ഞിട്ട് നാളെ കൊടുങ്കാറ്റടിക്കും, മറ്റന്നാ ഭൂമി കുലുക്കുണ്ടാവും. അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ടാവും. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചുണ്ടക്കൈയും ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അത് നമ്മൾ പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം പ്രവചിക്കേണ്ടത് അധികാരഘടനയിൽ, മതഘടനയിൽ, സമ്പദ്ഘടനയിൽ, വിദ്യാഭ്യാസ ഘടനയിൽ, സാംസ്കാരിക ഘടനയിൽ അത് കൈകാര്യം ചെയ്യുന്നവർ നടത്തുന്ന അപകടങ്ങളെ, അപജയങ്ങളെ, അതിന്റെ അധാർമിക പ്രവണതകളെ വസ്തുനിഷ്ഠമായി പ്രവാചകന്മാർ പ്രവചനം നടത്തിയപ്പോൾ തീരുമാനിച്ച് അവര് ഭീകരവാദികളാണ്. നിങ്ങൾ പ്രവാചകന്മാരെ ചരിത്രത്തിലെടുത്ത് പരിശോധിച്ച് നോക്ക്, ഒരു കുഴപ്പം അവർക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ മഹാത്മാഗാന്ധി കടക്കം കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. കൊണ്ടുപോയിട്ട് വെടിവെച്ചില്ലേ? എന്തിനാ വെടിവെച്ച്? അദ്ദേഹം എന്ത് തീവ്രവാദം നടത്തിയിരുന്നു? ഒരു തീവ്രവാദം നടത്തിയിട്ടില്ല. ചില മൂല്യങ്ങളെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു, ചില നിലപാടുകളെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് പോകണം എന്നുള്ളത് കൊണ്ട് മിസ്റ്റർ വിനായക് നാഥുറാം ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തി. ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ടെററിസ്റ്റാണ് അയാൾ മുതൽ നമ്മുടെ മാർട്ടിനടക്കം ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും ടെററിസത്തിൽ വരൂല. ഇനിയിപ്പോ ഇന്ത്യയുടെ രാഷ്ട്രീയ പിതാവ് നാഥുറാം ഗോഡ്സെ നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങോട്ടേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും അത് വരും. കാരണം കൃഷ്ണനല്ല കംസനാണ്, രാമനല്ല രാവണനാണ്, മുഹമ്മദ് നബി അല്ല അബൂലഹബാണ്, അബൂജഹലാണ്, അതുപോലെ മോശ അല്ല ഫറോവയാണ്, ഏറ്റവും മഹാന്മാർ എന്ന് നമ്മളെ അവതരിപ്പിക്കുന്ന അപകടകരമായ രീതിശാസ്ത്രങ്ങൾ വളരെ മനോഹരമായി നെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന, അത് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടിയുള്ള അനവധി നെറ്റ്വർക്കുകൾ നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയെയും ആ കൂട്ടത്തിൽ വെച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ജയിച്ചവരാണ്. ആരും അതിൽ തോറ്റിട്ടില്ല. ചിലര് ചരിത്രത്തിൽ ഭൗതികമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായി നിലനിന്നതും എഴുന്നേറ്റ് നിന്നതും സത്യത്തിന് വേണ്ടിയായിരുന്നു, നീതിക്ക് വേണ്ടിയായിരുന്നു, മൂല്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു, നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, മാനവികതയ്ക്ക് വേണ്ടിയായിരുന്നു, മനുഷ്യത്വത്തിന് വേണ്ടിയായിരുന്നു, ദൈവത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് കഴിയും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കാടടച്ച് വെടിവെച്ച് ഇതാണ് അപകടകാരിയായ ഒരു പ്രസ്ഥാനം. ഇവരെ കൊണ്ടാണ് എല്ലാം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വസ്തുതാപരമായിട്ട് എണ്ണി പറയണം ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ള. ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ രാഷ്ട്രം
രാഷ്ട്രം എല്ലാവർക്കും ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെന്തിനാ പ്രവർത്തിക്കണത്? ഈ അടുത്തിപ്പോ ഇന്നലെ ഞാൻ ചാനലിൽ കണ്ടു. അപ്പൊ ആരോ പറഞ്ഞിട്ട് പറയുന്നത് ഇവർ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്, രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്, അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. വരികയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നോട്ടെ, ഇസ്ലാം വരികയാണെങ്കിൽ ഇസ്ലാം വന്നോട്ടെ. എന്താ പ്രശ്നം? നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇസ്ലാമിലെ ഇന്നത് പ്രശ്നമാണ്. അതിന്റെ സമ്പദ്ഘടന, അതിന്റെ സദാചാര ഘടന, അതിന്റെ കുടുംബഘടന, അതിന്റെ കാർഷിക ഘടന, അതിന്റെ വിദ്യാഭ്യാസ ഘടന, അത് കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട ജീവിത നിലപാടുകളിൽ ഇന്നത് മനുഷ്യപ്പറ്റില്ലാത്തതാണ്, പ്രകൃതി വിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്, അപകടകരമാണ് എന്നുണ്ടെങ്കിൽ അത് പറയാം. ആ അടിസ്ഥാനത്തില ജമാഅത്തെ ഇസ്ലാമി ഓരോന്നിനെ വിമർശിക്കലുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ജെൻഡർ ന്യൂട്രാലിറ്റി വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആണും പെണ്ണും തുല്യരാണെന്ന് പറയുമ്പോൾ ആണും പെണ്ണും തുല്യരല്ല, അങ്ങനെ ആകാൻ കഴിയില്ല. പ്രധാനമന്ത്രിയും പ്യൂണും തുല്യരല്ലല്ലോ. ആണെങ്കിൽ ഇപ്പൊ പ്യൂണ് പോയിട്ട് പ്രധാനമന്ത്രി പോയിട്ട് പ്യൂണായിട്ട് ഇരുന്നാൽ മതിയല്ലോ, രണ്ടും തുല്യരാണെങ്കിൽ. അങ്ങനെ തുല്യത നടക്കില്ല, നടക്കുന്ന സാധനമല്ലാതെ. പിന്നെ നമ്മളെ രസത്തിന് വേണ്ടിയിട്ട് നമ്മളെ പറഞ്ഞാൽ പോലും അത്ര വലിയ വാദങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനാധിപത്യവും സെക്യുലറിസം സോഷ്യലിസം ഒക്കെ വേണ്ടത് എവിടെയാ? സാമ്പത്തിക രംഗത്താ. പ്രധാനമന്ത്രിയുടെ ശമ്പളത്തിലാ, പ്യൂണിന്റെ ശമ്പളത്തിലാ. നമ്മൾ ഇങ്ങനെയൊക്കെ സോഷ്യലിസം പറയുന്നുണ്ടല്ലോ, സമത്വം ഒരു പണിയുമില്ല. പ്രധാനമന്ത്രിയുടെയും പ്യൂണിന്റെയും ശമ്പളം ഇനി മുതൽ ഞങ്ങൾ പാർട്ടിയിൽ ഒരുപോലെ ആയിരിക്കും, ഞങ്ങൾ ഓഫീസിൽ ഒരുപോലെ ആയിരിക്കും, ഗവൺമെന്റിൽ ഒരുപോലെ ആയിരിക്കും. ലോകത്ത് ഒരാൾ തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ത്യയുടെയൊക്കെ സമ്പദ്ഘടനയിലേക്ക് നമ്മൾ വന്നാൽ 40% സമ്പത്തും കയ്യിൽ വെക്കുന്നത് 100 മുതലാളിമാരാണ്. വെറും 100 മുതലാളിമാർ. ഇന്ത്യയുടെ 40% സമ്പത്ത്, 130 കോടി മനുഷ്യരുള്ള രാജ്യത്തിന്റെ സമ്പത്ത് വെറും 100 മുതലാളിമാർ കയ്യിൽ വെക്കുന്നതിൽ എന്ത് ജനാധിപത്യം ഉള്ളത്? എന്ത് സോഷ്യലിസം ഉള്ളത്? എന്ത് ഡെമോക്രസിയാ ഉള്ളത്? എന്ത് ഹിന്ദുത്വം, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തൊഴിലാളി വർഗ താല്പര്യങ്ങളൊക്കെ അതിലുള്ളത്? അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ രാമക്ഷേത്രം വേണം, ഷാഹി സമ്പൽ മസ്ജിദ് പ്രശ്നങ്ങൾ വേണം, വഖഫ് ബോർഡ് വേണം, മുനമ്പത്ത് വഖഫിന്റെ പ്രശ്നങ്ങൾ വരണം, ഇസ്ലാമിക തീവ്രവാദം വേണം. ഇവിടെ എക്കണോമിക്കൽ ടെററിസവും ഫിനാൻഷ്യൽ ടെററിസവും ഒക്കെ നടപ്പിലാക്കപ്പെട്ടു. ഒരു സമത്വവും ഇല്ലാതെ, ഒരടിസ്ഥാനങ്ങളുമില്ലാതെ സാധാരണക്കാരന്റെ സമ്പത്ത് ഇപ്പൊ തന്നെ KCB കൊള്ളടിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ 150 ഉറുപ്പ്യ ഉണ്ടായിരുന്ന സാധനത്തിന് ഇപ്പൊ 199 ഉറുപ്പ്യ കൊടുക്കണം. ഏതെങ്കിലും ഒരു യുവജന പ്രസ്ഥാനം, ഏതെങ്കിലും ഒരു സംഘം എഴുന്നേറ്റ് നിന്നിട്ട് എന്തിനാണിത്, എന്താണ് ഇതിന്റെ വരവും ചെലവ്, നിങ്ങളൊന്ന് പറയ്, എന്തിനാണ് ഞങ്ങളുടെ കാശ് വാങ്ങുന്നത് ചോദിക്കാൻ പോലും ഒരാളില്ല. പാവം ദാവൂദ് സാഹിബിനെ കൈകാര്യം ചെയ്യാനാ യുവജന പ്രസ്ഥാനങ്ങള് ഇറങ്ങി വരുന്നത്. ഈ നെറ്റ്വർക്കിന്റെ സമ്പത്ത് പിടിച്ചെടുത്ത, നമ്മളുടെ KSEBയുടെ പിന്നിൽ നിന്ന് നമ്മളെ വലിച്ചു കെട്ടുന്ന, KSRTCയെ മുടിക്കുന്ന, കടക്കണിയിൽപ്പെട്ട് ഉടരുന്ന ഈ സമ്പദ്ഘടനയും അതിന്റെ രാക്ഷസീയ പ്രവണതകളും അതിന്റെ അകത്തലങ്ങളിലെ അണ്ടർഗ്രൗണ്ട് നാടകങ്ങളും വ്യക്തികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും പാർട്ടികൾക്കും വേണ്ടി നാടിന്റെ സമ്പത്തും പൊതുജനങ്ങളുടെ സമ്പത്തും ദീവാളിയടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഒന്നും ഒരു സമത്വം അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ 40% 100 മുതലാളിമാര് 40% സമ്പത്ത് കയ്യിൽ വെക്കുന്നതിനെതിരെ സമത്വത്തിന്റെ സംഗതികൾ വരണം. നമ്മളാരും ഇറങ്ങി പുറപ്പെട്ട് പറയലില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. KSEBയും അതുപോലെ തന്നെ ഈ DGP രംഗത്ത് വന്നപ്പോഴാണ് വീണ്ടും ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നത്. അറിയോ നിങ്ങൾ? KSEB എന്ന് ചർച്ചയില്ല. CPM UDFന്റെ കാലത്താണ് ഇത് സംഭവിച്ചെങ്കിൽ DYFIക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇവിടെ, CPM എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇവിടെ, നമ്മളൊക്കെ കണ്ടതാണല്ലോ. പഴയകാല സാധനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. KSEBക്ക് വില കൂടാൻ ഒന്നും ചെയ്യാനില്ല. DGP വളരെ സുന്ദരനായി കയറി വരികയാണ്, വിനീതനായി, എല്ലാ സർട്ടിഫിക്കറ്റും ക്ലിയർ ആക്കി. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? മലയാളി അറിയരുത്, കേരളം അറിയരുത്, ആരും അതിന്റെ പിന്നാലെ ചുടിഞ്ഞ് ഇറങ്ങിപ്പോവരുത്, അത്തരം ചർച്ചകൾ നടക്കരുത്. അതുകൊണ്ട് പുതിയ കാലത്ത് അപകടകരമായ പൊറാട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വിഷയമില്ലാത്തതിനെ വിഷയമാക്കുകയും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് മനുഷ്യരുടെ ശ്രദ്ധയെ അകറ്റുകയും അപകടകരമായ കള്ളത്തരങ്ങളും കാപട്യങ്ങളുമായി സ്വന്തം നെറികേടുകളും വൃത്തികേടുകളും ഒക്കെ മറച്ചു വെക്കാനുള്ള കുറുക്കുവഴിയായി ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും ഇസ്ലാമിനെയും ഒക്കെ കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ അത് നിങ്ങളുടെ സാധുത്തരം, നിങ്ങളുടെ ഗതികേട്, നിങ്ങൾ അകപ്പെട്ട ആശയപരവും പ്രയോഗപരവുമായ പ്രതിസന്ധി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കളിയിൽ നിങ്ങൾ തോൽക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് തോറ്റത് സംഘപരിവാരത്തിന്റെ ആ മൃദു ഹിന്ദുത്വത്തിന്റെയും ഭൂരിപക്ഷ വോട്ടിന്റെയും ഒക്കെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് സംഘപരിവാരത്തിന് തോൽപ്പിച്ചു കളയാമെന്നുള്ളിടത്ത് നിന്നാണ്. ശിലാന്യാസം മുതൽ ബാബരി മസ്ജിദിന്റെ തകർക്കലുകൾ മുതൽ. പക്ഷേ ആ ഓട്ടത്തിൽ ഒരിക്കലും
ഒരിക്കലും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന് അകത്തളങ്ങളിൽ നിന്ന് ദ്രവിപ്പിക്കാൻ കഴിയുന്ന എല്ലാ പ്രയോഗങ്ങളും അതിന്റെ അകത്തളങ്ങളിലേക്ക് പോലും ആളുകളെ കയറ്റിവിട്ട് ചെയ്തതുപോലെ CPM ഈ കളി കളിച്ചിട്ട് കേരളത്തിൽ മൂന്നാം ഘട്ടവും എന്തിനാണ് ഈ അധികാരമൊക്കെ? കേരളം ഇങ്ങനെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആയിട്ട് പല പല ജാതി മത വർഗീയ സാമുദായിക ചർച്ചകൾ നടത്തി അടിസ്ഥാന പ്രശ്നങ്ങളെയൊക്കെ ഒളിപ്പിച്ചു വെച്ച് പൂഴ്ത്തിവെച്ച് അപകടകരമായ മുന്നേറ്റമാണ് ഒരു പോക്കാണ് നടത്തുന്നതെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് ഉണ്ടാവാൻ പോണത് ആർക്കാണ് ഇതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിയുക? എവിടെയാണ് ഇതിനൊക്കെ പിടിച്ചു കെട്ടാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുക? അതുകൊണ്ട് കേരളമായി നിലനിൽക്കണമെങ്കിൽ CPM-നോട് പറയാനുള്ളത് സത്യസന്ധമായിട്ട് രംഗത്ത് വാ. സെക്യുലറിസത്തിന്റെ CPM എന്ന് മുഴുവൻ മോടെ BJP-ക്കാ സെക്യുലറിസത്തിന്റെ പ്രശ്നം എന്നുള്ള മനസ്സിലാവണത്. നിങ്ങൾ എന്താ പഠിപ്പിച്ചു കൊടുത്ത്? എന്താണ് സെക്യുലറിസം? നിങ്ങളെ മാത്രമല്ല എല്ലാ പാർട്ടിന്റെയും പ്രശ്നമാണ് സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞു, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒരു വ്യക്തിക്ക് എന്താണ് മനുഷ്യത്വം, എന്താണ് മാനവികത, എന്താണ് നീതി, എന്താണ് മൂല്യം, എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ നിർവഹിക്കേണ്ടത് ഇത് കൊടുക്കാൻ ഒരു CPM-കാരൻ BJP-ക്ക് പോവാന്ന് പറഞ്ഞാൽ പിന്നെ ആരെല്ലാം നമ്മൾ പ്രതീക്ഷ അർപ്പിക്കാൻ പോണത്? ഒരു പ്രതീക്ഷയില്ല. അതിവേഗതയിൽ അതിദ്രുതഗതിയിൽ അവിടേക്ക് പോവാ. ഇനി ഈ കെട്ടിയ ചുവപ്പ് കെട്ടാതിരിക്കലായിരുന്നു നല്ലത്. കാരണം കെട്ടിയതൊക്കെ സംഘപരിവാറാണ്. ഒന്ന് കെട്ടിയാൽ അതിന് ആദ്യം ഒരു കളർ കിട്ടിക്കും. അപ്പൊ അതിനോട് തോൽക്കാൻ വേറെ കളർ കിട്ടും. ആ കളറിനെ പെട്ടെന്ന് നിങ്ങൾക്ക് കാവിയാപ്പി അവരുടെ കളറുകളിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കെട്ടാതിരിക്കേണ്ടിയിരുന്നു. കെട്ടാതെ തന്നെ, കാരണം ഓരോ കെട്ടും നമ്മളെ ബന്ധിക്കലാണ്, നമ്മൾക്ക് കുരുക്കിടലാണ്, നമ്മളെ അതിലേക്ക് വീഴ്ത്തലാണ് സംഭവിച്ചു. ഇപ്പൊ എന്താ സംഭവിക്കണത്? ഈ ചുവന്ന കൊടി വളരെ പതിയെ വളരെ വേഗത്തിൽ ഇതാ കാവ്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. കാവ്യ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ കാവ്യയെ കുറിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല. സംഘപരിവാർ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പൊറാട്ട് രാമനാണ്, കപട കള്ളരാവണനാണ്. ആ സംഘം വന്ന് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകൾ ഇതിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള അനുചരൻ പലയിടത്തും നമ്മൾ ഞാൻ അതിലേക്ക് പോണില്ല. പലയിടത്തും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരാണ് ഇതിന്റെയൊക്കെ ചാവേറുകളും പോരാളികളായിട്ട് ആളുള്ളത്. ആളുകളൊക്കെ നിസ്സഹായരാണ്, നിസ്സംഗരാണ്, പൊതുവെ മടുത്തു നിൽക്കുകയാണ്. ആവേശത്തോടെയും ഉന്മേഷത്തോടെയും അഭിമാനത്തോടെയും ശിരസ്സുയർത്തി നിന്ന് ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് എന്ന് പറയാനുള്ള തന്റെ ഇടവും വീര്യവും ഒക്കെ നഷ്ടപ്പെട്ട് നിസ്സഹായമായി അവസാനം സംഘപരിവാരത്തിന്റെ വലയിലേക്ക് കൂടുപൊട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അനവധി. കോൺഗ്രസ് നിന്ന് നേതാക്കന്മാരാ പോയതെങ്കിൽ CPM എന്ന് ആദ്യം അനുയായികളാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നേതാക്കന്മാരും പോയിക്കൂടായൊന്നുമില്ല. കേരളത്തിൽ അതും സംഭവിക്കാം, എല്ലാം സംഭവിക്കാം. അതിലേക്ക് വളരെ വേഗത്തിൽ വിഭവങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന, ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, അടുക്കളയിൽ പാചകം ചെയ്ത് ഞാൻ നേരത്തെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല, ചിലപ്പോൾ ആ വിഷയങ്ങൾ നിങ്ങൾ അതിലേക്ക് വന്നിട്ടുണ്ടാവും. പണ്ട് ലവ് ജിഹാദ് മുതൽ ഇങ്ങേ അറ്റത്ത് മെക്സവൻ അടക്കമുള്ള എന്തൊക്കെ വർത്താനങ്ങളാ പറഞ്ഞത്. എല്ലാറ്റിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാം. ഇതൊക്കെ ഇവിടെയല്ല പ്രശ്നം, അങ്ങോട്ടാ പോണത്. ഇതൊക്കെ CPM-ന് തിരിയാത്ത പ്രശ്നമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ സംഘപരിവാർ RSS-നെ വേട്ടയാടുന്നു എന്ന് വലിയ പ്രചരിപ്പിച്ചവരവര്. അങ്ങനെയാണ് CPM മധ്യപ്രദേശിൽ ചെല്ലുന്ന പിണറായിക്ക് തിരിച്ചു വരേണ്ടി വന്നത്. സംഘപരിവാർ ഗോബേക്ക് വിളിച്ചിട്ട് അവസാനം കർണാടക മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ടായിട്ട് അവിടെ സ്വീകരണം കൊടുത്ത മംഗലാപുരത്ത്. എന്താ അതിന്റെ പ്രശ്നം? പ്രചരണം അവിടെയാണ് നടന്നത്. ഹിന്ദുക്കളെ കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. എത്ര ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കൊന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ മലയാളിക്കറിയാം. പക്ഷേ അങ്ങോട്ടും ഒക്കെ കൊന്നിട്ടുണ്ട് ഹിന്ദുവും പല മതവും ജാർഗിയൊക്കെ. പക്ഷെ അതിനെ സംഘപരിവാർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തു. ഇന്ന് ഇവിടുന്ന് ഒരു ജില്ലാ പ്രസിഡന്റ് പറയാ, സെക്രട്ടറി വിളിച്ചു പറയാ, എന്ത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ പോവണം. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇതാ അതിഭീകരമായ സ്വഭാവത്തിൽ ആയുധ പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാ സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ വളണ്ടിയർമാരായി നിന്ന ആളുകൾ ഈ മുളവടിയൊക്കെ പിടിച്ചിരുന്നു. അപ്പോ എന്നിട്ടുണ്ട് RSS-ന്റെ കുറുവടിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഞങ്ങളുടെ വളണ്ടിയർമാരെ കാവലിക്കും, എല്ലായിടത്തും വളണ്ടിയർമാരെ കാവലിക്കും അത് വെക്കലുണ്ട്. ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘപരിവാർ, മതരാഷ്ട്രവാദികളുടെ, ഒന്ന് RSS മതരാഷ്ട്രവാദികൾ, മറ്റത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളുടെ. നമ്മൾ സാധാരണ സമ്മേളനം ഇതൊക്കെ ഉണ്ടാകുമ്പോ അതിന്റെ കാവലിക്കുമ്പോൾ വടി ഇതൊക്കെ കൊടുത്തിട്ട് നിർത്തലുണ്ടല്ലോ, എന്നതുപോലെ നിർത്തിയതാണ്. പക്ഷെ രണ്ട് ഫോട്ടോയും ഒരേപോലെ കൊടുത്തിട്ട് ഏറ്റവും മാരകമായതിനെയും ഒരു പ്രശ്നവുമില്ലാത്തതിനെയും സാമ്യത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ സുന്ദരമായി ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികൾ വോട്ട് ചെയ്തു. ആർക്ക്? രാഹുൽ ഗാന്ധിക്കും. അപ്പൊ അതാണ് വമ്പിച്ച പ്രചരണം. ഇന്ന് ഒരു മന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ജയിച്ചത് BJP മന്ത്രി വർഗീയവാദികളുടെ വോട്ട് വാങ്ങി. വിത്തിട്ട് കൊടുത്തത് ഇവിടുന്നാണ്. ഇവിടെ നമ്മുടെ ജനറൽ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി പറയുക, മുഖ്യമന്ത്രി പറയുക, വർഗീയവാദികളുടെ വോട്ട്, ഭീകരവാദികളുടെ വോട്ട്, വർഗീയവാദികളുടെ വോട്ട്.
അത് വാങ്ങിയിട്ടാണ് രാഹുൽ ഗാന്ധിയും സോണിയ. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെയും കൂടെ പറഞ്ഞാൽ മതി. ഞങ്ങൾ രാജസ്ഥാനിലും ദിണ്ടിഗലിലും അതുപോലെ തന്നെ മുർഷിദാബാദിലും ഞങ്ങൾ ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. അതേ വോട്ടുകൾ വാങ്ങിയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ജയിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി CPM വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. CPM ഇവിടെ എന്താ പ്രചരിപ്പിക്കപ്പെട്ട ഞാണികളൊക്കെ എത്ര വിഡീകരിക്കപ്പെടാൻ തുടങ്ങിയൊന്നുമില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ വെറുതെ നമ്മൾ ഉപരിതലത്തിലുള്ള വെറും വർത്തമാനങ്ങളായിട്ട് മാറും. യഥാർത്ഥത്തിൽ സ്വീകരണം നൽകുന്ന ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ കൂടെ രാജസ്ഥാനിലെ MP പങ്കെടുക്കുന്ന പരിപാടികൾ, ഈ സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പങ്കെടുത്ത പരിപാടികൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മംഗലാപുരത്തിന്റെ അപ്പുറത്തേക്കും കോയമ്പത്തൂരിന്റെ അപ്പുറത്തേക്കും പോയാല് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ 4 വോട്ടിന് വേണ്ടി, സംഘപരിവാരത്തിന്റെ ഡീലിന് വേണ്ടി, വളരെ അപകടകരമായ തൽക്കാലത്തെ അതിജീവനത്തിന് വേണ്ടി ഇത്തരം പൊറാട്ട് നാടകങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അതിന്റെ വിപണിയും അതിന്റെ വിലയും അതിന്റെ വരവും ഒക്കെ നേടിയെടുക്കാൻ പോകുന്നത് സംഘപരിവാരമാണ് എന്നുള്ളത് ലവ് ജിഹാദ് മുതൽ നാർക്കോട്ടിക് ജിഹാദ് വരെയുള്ള, അതുപോലെ തന്നെ മുനമ്പം വഖഫ് ജിഹാദ് മുതൽ എന്തൊക്കെ ജിഹാദിനെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ കളമൊരുക്കി കൊടുക്കുന്ന വർത്തമാനങ്ങൾ വളരെ നിഷ്കളങ്കമായി ഈ CPM-ന്റെ ഭാഗത്ത് നിന്ന് വരികയും ദേശീയ തലത്തിൽ സംഘപരിവാരത്തിന് മികച്ച വിളവെടുപ്പ് നടത്താനുള്ള, നാളെ ചിലപ്പോൾ കേരളത്തിലും ആ കൂട്ടുകൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്താൻ കഴിയുമാറുള്ള സാമൂഹിക അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്നതിൽ CPM-ന്റെ അതിജീവന പ്രക്രിയയിലെ ഈ അപകടകരമായ കളി കൊച്ചു കേരളത്തെയും അതിന്റെ സൗന്ദര്യത്തെയും അതിന്റെ സൗഹാർദ്ദത്തെയും അതിന്റെ ജനാധിപത്യ ഭാവങ്ങളെയും ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റ് ആയിരുന്ന കേരളത്തെ സംഘപരിവാർ പറയുന്നു. സംഘപരിവാർ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, യോഗി ആദിത്യനാഥ് വേണമെന്നാ സുരേഷ് ഗോപി പറഞ്ഞ്. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ഇവിടെ വരണമെന്ന്. നിങ്ങളുടെ UP പോയി നോക്കിയാൽ അതിന്റെ ഗതികേടറിയാം. യോഗിയെ പോലത്തെ ഒരാൾ കേരളത്തിന് വേണം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് പോലെ കേരളമാകണമെന്ന് എന്ന് പ്രസംഗിക്കുന്നവരുടെ കേരളത്തിന്റെ ഗുണമുണ്ട്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP-യും എല്ലാം ഒരുമിച്ച് ചേർന്ന് കച്ചവടവും കൃഷിയും വ്യവസായവും കല്യാണവും തക്കാരവും ആഘോഷവും സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് പങ്കുവെക്കുന്ന മലയാളിയെ അപകടകരമായി കമ്പാർട്ട്മെന്റുകളിലേക്ക് കൊണ്ടുപോകാൻ ജാതി മത വർഗ സമുദായങ്ങളെ പ്രത്യേകമായ ഫ്ളാറ്റുകളിലേക്കും പ്രത്യേകമായ കമ്പാർട്ട്മെന്റുകളിലേക്കും തെളിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അപകടകരമായി പകർത്തിയെഴുതാനുള്ള സൂത്രവാക്യമാണ് CPM നടത്തുന്നതെങ്കിൽ അതിന്റെ അവസാനത്തെ ലാഭം സംഘപരിവാർ കൊണ്ടുപോകും. ഞങ്ങൾ എന്നാലും അത് ജീവിക്കും. കാരണം ഗുജറാത്തിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മധ്യപ്രദേശിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ബംഗാളിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. പക്ഷേ CPM ഉള്ളിടത്ത്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉള്ളിടത്ത്, പഴയ മഹാരാഷ്ട്ര മുതൽ ദണ്ഡകാരുണ്യ മലനിരകൾ ഉൾക്കൊള്ളുന്ന ആ ബെൽറ്റുകളിൽ നിന്ന് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിഴുതെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ആദർശത്തിന്റെയും പ്രയോഗത്തിന്റെയും ശത്രുക്കളുടെ അതിഭീകരമായ കപടതന്ത്രങ്ങളുടെയും ആവിഷ്കാരങ്ങളിൽ നിലം തൊടാതെ നിലംപരിശായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവില്ല. ജമാഅത്തെ ഇസ്ലാമി അതിജീവിക്കും, അഭിമുഖീകരിക്കും, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ പറയുന്നതിനപ്പുറമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിശുദ്ധിയും അതിന്റെ പ്രയോഗങ്ങളും അതിന്റെ മൂല്യങ്ങളും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായും സംഘടനാപരമായും സത്യസന്ധമായ സംവാദങ്ങളും സത്യസന്ധമായ സാഹോദര്യപരമായ വർത്തമാനങ്ങളും കേൾക്കാനും അറിയാനും അടുക്കാനുമുള്ള ശ്രമങ്ങളും കൂടുതൽ ഉണ്ടാകണമെന്ന് മാത്രം വളരെ നിഷ്കളങ്കമായി വളരെ സത്യസന്ധമായി ഹൃദയം തുറന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദ്യവും സ്നേഹോഷ്മളവും സന്തോഷകരവുമായ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.